എന്തോ പറയും, കുറച്ച് ദിവസമായി കണ്ടിട്ടല്ല പറയും. ഇവിടെ ഉണ്ട്. ഇത് ഇന്ന് ഞാൻ തിരക്കുകൾ പോള് അറ്റൻഡ് ചെയ്യില്ല എന്നാണ് ഞാൻ പോൾ ചെയ്തത്. പക്ഷെ സാഹചര്യം കിട്ടിയോണ്ട് ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്തതാ. മാക്സിമം ഒരു ഇതുണ്ടായിരുന്നത്. ഇതിപ്പോ വന്നപ്പോ തന്നെയല്ലേ ഉള്ളൂ. ഇപ്പൊ വൈഫ് കൂടെ ഇല്ലാത്തതുകൊണ്ട് ഫുൾ പാരന്റിങ് ആണ്. പിള്ളേർ അതിന്റെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. സ്കൂളിലൊക്കെ പിള്ളേർ പോയിട്ട് വന്നു തുടങ്ങി. അതിന്റെയൊക്കെ ചെറിയൊരു കാര്യങ്ങൾ നമുക്ക് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം പറ്റുന്ന സമയത്ത് മാർക്കറ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ അത്രയും അങ്ങോട്ട് നോക്കി കംപ്ലീറ്റ്ലി സ്ട്രാറ്റജി ട്രേഡ് എടുക്കാൻ ഒരു ടൈം കിട്ടുന്നില്ല. അല്ലാത്ത രീതിയിൽ കിട്ടുന്ന 1-2 ട്രേഡുകളൊക്കെ എടുത്തു. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മാർക്കറ്റിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടാൻ പാകത്തിനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ 2 ഒരു റോങ് ട്രേഡ് എടുത്തിരുന്നു. അതിനകത്ത് കുറച്ച് ഇതായി ക്ലോസ് ചെയ്ത് ഇറങ്ങി വന്നു. അത് പക്ഷെ ശ്രദ്ധിക്കാതെ എടുത്തതാണ്. എങ്ങനെയുണ്ട് ഇപ്പോ കുറച്ചായാലും ഇപ്പൊ മാർക്കറ്റിൽ ഇങ്ങനെ നിന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? പഴയൊരു മെത്തേഡ്, പഴയൊരു അവസ്ഥയിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ? ഇപ്പൊ മാർക്കറ്റ് കുറച്ചും കൂടെ ഇപ്പൊ നമ്മളിപ്പോ സമയം അത്ര സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും കുറച്ചും കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് വലിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമ്മളൊന്ന് പുറകോട്ട് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡബിൾ ആണ് എങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യത. നമുക്ക് ഏകദേശം നമുക്കൊരു സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി അല്ലെങ്കിലും നമുക്ക് അതിന്റെ ഒരു മാർക്കറ്റ് മൊമെന്റ് അതെ നമ്മൾ എപ്പോഴും പറയുന്ന മാതിരിയുള്ള ഹൈകളും ലോകളും ക്യാൻഡിൽ ക്ലോഷറും ബാക്കി എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ടൈം ഫ്രെയിമുകളിൽ ചേഞ്ച് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ട്രേഡുകൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് സ്ട്രാറ്റജി അങ്ങ് പിടിക്കാൻ പറ്റാത്തത്. നമ്മൾ ടച്ചുകൾ നോക്കിയിരിക്കണം, കുറച്ചും കൂടെ സമയം വേണം അതിന്. അപ്പം അല്ലാത്ത ടൈമിൽ നോക്കുമ്പോ ടൈം ഫ്രെയിം മാറ്റി നോക്കുമ്പോ ഓക്കെ എന്ന് തോന്നുന്ന സമയത്ത് വലിയ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതാണെങ്കിൽ എടുക്കുന്നുണ്ട്. ചില സമയത്ത് മാത്രം ഒന്ന് അത് ശ്രദ്ധയില്ലാതെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുന്ന സമയത്ത് ചെറിയ ഒരു ഇത് വരുന്നുണ്ട്. അത് കുറെ എടുക്കാതെ ഇരിക്കുമ്പോഴേ അതിന്റെ എടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ മാത്രം. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പഴയ ഒരു മെന്റാലിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടോ? നല്ല മാറ്റം വന്നിട്ടുണ്ടോ? പഴയതിലും നമ്മൾ ഓൾറെഡി കുറെയൊക്കെ മുന്നോട്ട് വന്നിരുന്നല്ലോ. അല്ല, ഞാൻ വിട്ടു നിന്നോണ്ടാണ് ചോദിച്ചത്. ബ്രേക്ക്, നല്ലൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് ദിവസങ്ങളിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളിപ്പം റെഗുലറായിട്ട് ക്ലാസ്സും ഒക്കെ കുറെയൊക്കെ ഇല്ലാതെ വന്നല്ലോ. അപ്പൊ അതിന്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിലേക്കും സ്റ്റിക്ക് ഓൺ ശരിക്കും ചെയ്യണമെങ്കിൽ പറഞ്ഞ മാതിരി ക്ലാസ് നമ്മുടെ റെഗുലർ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് പോകുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ അത്രയും അങ്ങോട്ട് കിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതി പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വരും. അല്ലാതെ നമ്മൾ ഇൻഡിവിജ്വലി അങ്ങ് ഫ്രീ ആയിട്ട് പോയിട്ട് എടുക്കുമ്പോ ഒരു കുറച്ച് അത്രയും ആ കൺട്രോളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ ഇവിടെ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരെന്നല്ല എൽദോനോട് കൂടി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഈ സ്ട്രാറ്റജിക്ക് മറ്റൊരു ഫേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ലെ? ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ മാർക്കറ്റ് മൊമെന്റിനെ ഏറെക്കുറെയൊക്കെ നമുക്ക് കയ്യിൽ കിട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എൽദോ അത് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ, അല്ലെ? അങ്ങനെ നമ്മൾ നോക്കുമ്പോ നേരത്തെ നമ്മൾ നോക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് വരാറില്ല. ഇപ്പൊ പക്ഷെ കംപ്ലീറ്റ്ലി അല്ലെങ്കിലും ഏറെക്കുറെ ഒക്കെ അത് ശരിയാവുന്ന രീതിയിലേക്ക് നമ്മളുടെ തോട്ട് പ്രോസസ്സിന്റെ രീതിയിലേക്ക് വരില്ല. ഇപ്പൊ ഇങ്ങനെ കേട്ട് ഇത് എപ്പോഴും നമ്മൾ ഈ അനാലിസിസ് നമ്മൾ ചിലപ്പോ ഒരു അനാലിസിസ് ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് ചിലപ്പോ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും പറയുന്നുണ്ടല്ലോ ഇപ്പൊ അങ്ങനെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എവിടെന്നെങ്കിലും ഒക്കെ ഓരോ പോയിന്റ്സ് കയറുമ്പോ ഇത് പറയുമ്പോഴേ ഒറ്റ മിനിറ്റ് അല്ല, ഞാൻ മറന്നുപോയല്ലോ. എൽദോ എന്നോട് ഇത് ആദ്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് വീക്കിലോ അത് സെക്കൻഡ് വീക്കിലോ കണ്ടത് നമ്മുടെ ഒന്നൊരു കാം മോഡിലേക്ക് എത്തിയ സമയത്ത് എൽദോ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്. അതൊന്ന് എന്നോട് ലൈൻ ആയിട്ട് വരച്ചു തരുമോ, ബോക്സ് ആയിട്ട് വരച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതെ, ഞാൻ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചിട്ടുള്ളതുകൊണ്ടേ അപ്പൊ നമ്മൾ ആ മൊമെന്റിൽ എന്ത് പഠിച്ചു എന്നുള്ളതിനേക്കാളും നമ്മളിതിങ്ങനെ ഓരോന്ന് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ട് വരുമ്പോ നമ്മളറിയാതെ തന്നെ ഉള്ളിലേക്ക് എവിടെയൊക്കെ വന്നു കിടക്കും. അപ്പൊ നമ്മുടെ നോട്ടത്തിലും പിന്നീട് നമ്മൾ അറിയാതെ അത് വരും. അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് പ്രയോജനത്തിലേക്ക് വരുള്ളൂ. അപ്പൊ അത് കുറച്ചൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു ഗ്യാപ്പ് അത് ശരിയാവും. കാരണം ഞാൻ പറയാം, എക്സ്പെഷ്യലി എൽദോയുടെ കാര്യത്തിൽ, എൽദോന്റെ ആക്ച്വലി പറഞ്ഞാൽ ഒരു
ഭയങ്കര ഒരു മാറ്റം, ചെറിയ മാറ്റമല്ലല്ലോ. അത്രയും തകർന്ന് കിടക്കുന്ന സൈക്കോളജിയിൽ നിന്നാണ് ഇപ്പൊ ഒരു ഏറെക്കുറെ ഒരു മാർക്കറ്റ് മൂവ്മെന്റ് മനസ്സിലാവാൻ തുടങ്ങിയിരിക്കുന്നത്, അല്ലെ? അത്രയും മോശം ഒരു അവസ്ഥയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതില് ഒരു കാര്യം കൂടി ഉണ്ട് എൽദോട് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ സ്ട്രാറ്റജി വന്നില്ലെങ്കിലും എൽദോയ്ക്ക് വലിയ പേടിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും തോന്നുന്നു. എനിക്ക് പേടി അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും തോന്നുന്നു, അല്ലെ? അതാ ഞാൻ സ്ട്രാറ്റജിയും അപ്പൊ എൽദോ മറ്റൊരു ട്രേഡിന് പോകുന്ന സമയത്ത് സ്ട്രാറ്റജിയും ആ ഒരു ട്രേഡും ആക്ച്വലി പറഞ്ഞ 50-50 റേഞ്ചിലേക്കാവും ഇപ്പൊ നിൽക്കുന്നുണ്ടാവും, അല്ലെ? സ്ട്രാറ്റജി കിട്ടിയാൽ എടുക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് നമ്മൾ വിചാരിച്ച പോലെ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയാൽ എടുക്കാം എന്നുള്ളത് അങ്ങനെ ഒരു ലെവലായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ സ്ട്രാറ്റജി അതിന് താഴെ ആയിരിക്കും. എനിക്കറിയില്ല, സ്ട്രാറ്റജി അതിന് താഴെ ആവണമെങ്കിൽ എന്തായിരിക്കണം, ഇതില് നമ്മളൊരു അപ്പർ ഹാൻഡ് കിട്ടണം, ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ എനിക്കറിയില്ല, അത് ഏറെക്കുറെ 50-50 എന്ന് പറഞ്ഞാൽ അതാണ്, ഞാനൊരു 50-50 റേഞ്ചിലേക്ക് ആയിരിക്കും. കാരണം ആ റേഞ്ചിൽ തന്നെയാണ് എനിക്ക് അധികം ട്രേഡ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോ ഞാൻ സ്ട്രാറ്റജിയും കൂടെ ഒന്ന് നോക്കുവന്നത്. നമുക്ക് ഇടയ്ക്കൊന്ന് ഓരോന്നൊക്കെ വരച്ചിടുകയും വേണമല്ലോ, നമ്മുടെ ആ ഒരു പോകാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോ അന്നേരം ഒന്നുകൂടെ ചെക്ക് ചെയ്യും സ്ട്രാറ്റജി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കുമ്പോൾ ചിലതിലൊക്കെ സ്ട്രാറ്റജി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒരു കൺഫർമേഷൻ കൂടെ ആയി. അപ്പൊ അങ്ങനെ ഇന്നലെ BTC ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കുറെ നേരം എവിടെയെങ്കിലും കൺസോൾട്ടേഷനോ കാര്യങ്ങളോ എവിടെയെങ്കിലും നിന്നിട്ട് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഒന്ന് റീടെസ്റ്റ് വരുന്ന സമയത്ത് വലിയ സെല്ലില്ലാത്തതാണെങ്കിൽ പിന്നെ എടുക്കുക തന്നെ, വേറെ ഇപ്പൊ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, പക്ഷെ എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാണ്ട് കേട്ടോ. ഇപ്പൊ ഫോമോ ഏറെക്കുറെ മാറി കിട്ടിയിട്ടുണ്ടാവല്ലോ, ഏറെക്കുറെ മാറി. ഞാൻ കംപ്ലീറ്റ്ലി പോയിന്ന് പറയുന്നില്ല, പക്ഷെ ഏറെക്കുറെ വലിയൊരു ശതമാനം പോയിണ്ടാവല്ലോ. വലിയൊരു ശതമാനം. അത് ഞാൻ ഏറെക്കുറെ എന്ന് പറഞ്ഞതാണ് ഫോമോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ആക്ച്വലി ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് പറയണം, എൽദോനെ കുറിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾക്കൊന്നും അറിയില്ല, പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് അറിയാം. എൽദോയുടെ ഒരു ജേണി ഇപ്പൊ ഞാനിപ്പോ പുതിയ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൽദോയുടെ ജേണി എന്ന് വെച്ചാൽ എൽദോ വലിയൊരു ലോസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം ജോയിൻ ചെയ്താണ്. ജോയിൻ ചെയ്ത സമയം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലാസ്റ്റിംഗ് നടന്നൊരു സമയമൊക്കെ ആയിരുന്നു. അവിടെ ഭയങ്കര രീതിയിലുള്ള ഡിസിപ്ലിനും അങ്ങോട്ട് ചീത്തപ്പറച്ചിലും അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരു സമയത്താണ് ജോയിൻ ചെയ്തത്. എൽദോയ്ക്ക് തന്നെ ആദ്യത്തെ ഒരാഴ്ച ജോയിൻ ചെയ്തിട്ട് വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു കാലം എൽദോ ഭയങ്കര ആക്റ്റീവായിരുന്നു. ആക്റ്റീവായി കഴിഞ്ഞിട്ട് അങ്ങനെ ആക്റ്റീവായിരുന്ന ഒരു കുറച്ച് പേരെ എടുത്തിട്ട് നമ്മളൊരു പ്രീമിയം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് എക്സസൈസ് അവിടെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇതൊക്കെ ചെയ്യുന്ന സമയത്തും എൽദോ ഫസ്റ്റ് ഡേ എന്നോട് പറഞ്ഞു അവിടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആദ്യം ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്രീമിയം ഗ്രൂപ്പിലേക്ക് മാറ്റുന്നത്. എന്നോട് ആദ്യം പറഞ്ഞത് ഇത് നടക്കുമോ എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ല എന്ന് പറഞ്ഞു. ചോദിച്ചെങ്കിൽ എൽദോട് ഇരിക്കുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ഇത് നടക്കുമോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊരു ഉറപ്പില്ല പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഇത് നടക്കും, എൽദോ സക്സസ് ആയി, ട്രേഡ് സക്സസ് ആയി എന്നുള്ള ലെവലാണെന്നുള്ള പറഞ്ഞു. പക്ഷെ എൽദോ അതിപ്പോ വർക്ക് ചെയ്തു എന്നുള്ളതാണ്, ആക്ച്വലി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രാറ്റജി ഇപ്പൊ പുതിയ ആളുകൾക്ക് വളരെ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബാക്കിയുള്ള ആളുകളോടൊക്കെ പറഞ്ഞിട്ട് ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മാർക്കറ്റ് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ എൽദോ പറയുന്നുണ്ട് ഒരു ഫോമോ മാറി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം ചില സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പോലും തോന്നാറുണ്ട് ഇത് എടുക്കണ്ടേ എന്ന് പറയാം. അപ്പൊ ഫോമിനെ ഓവർകം ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല, ഭയങ്കര വലിയ കാര്യമാണ്. അതിനൊക്കെ ഓവർകം ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ മാർക്കറ്റിൽ സ്ട്രാറ്റജി ഉണ്ട്, ഈ സ്ട്രാറ്റജിയുടെ രീതിയിലുള്ള ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഒരു അനാലിസിസ് ബേസ് ചെയ്തിട്ട് എൽദോയുടെ ഒരു അനാലിസിസ് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം എന്നുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതും ഓവർ ട്രേഡ് ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ട്രേഡ് എടുത്ത് കറക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് ഇറങ്ങി പോരുന്ന ഒരു മെന്റാലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടും പ്രോഫിറ്റ് ആണ്, അല്ല എൽദോ? പ്രോഫിറ്റ് ആണല്ലേ? അതെ, പ്രോഫിറ്റ് ആണ്. അപ്പോ ഈ പറഞ്ഞ അത് വലിയൊരു ലോസിൽ നിന്ന് വന്നതാണ്. എത്രയെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, പുതിയ ആളുകളോടൊന്നും പറയുന്നില്ല, പഴയ ആളുകൾക്ക് അറിയാം. അപ്പൊ ആ ഒരു ഇതിന്ന് വന്നതാണ്. അപ്പോ എൽദോ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ എൽദോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഒന്നല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ നമുക്ക് ഇത് ലാസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ആ പ്രീമിയം ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എൽദോയ്ക്ക് ഞാൻ പറഞ്ഞു ഇത് നടക്കണ വരെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എൽദോ ആക്ച്വലി കടന്നു വന്നിട്ട് ആ ഒരു സക്സസ് റേഞ്ചിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ട് ഇപ്പോഴും എൽദോ തന്നെ പറയുന്ന ചില വ്യത്യാസങ്ങളുണ്ടോ, മാനസികമായിട്ടുള്ള വ്യതിയാനം സംഭവിക്കുന്ന സമയത്ത് ചെറിയ ഇതുണ്ട്. പക്ഷെ ഇൻ ടോട്ടലി നോക്കുന്ന സമയത്ത് എൽദോ എന്താണ് പ്രോഫിറ്റിലേക്കാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പ്രോഫിറ്റ് അല്ലേ, ഇപ്പൊ 2-3 മാസമായിട്ട് പ്രോഫിറ്റ് അല്ലേ, അതിന്റെ ഇടയിൽ കുറച്ച് 1-2 മാസമായിട്ട് എന്തായാലും ഉണ്ടോ അല്ലേ? അല്ല, അത് മണി പ്രോഫിറ്റിന്റെ മാത്രമല്ല, നമ്മളുടെ മണി പ്രോഫിറ്റോ അതാണ് എന്റെ വ്യത്യാസം. അത് പിന്നെ നമുക്ക് ഉണ്ടാക്കാം, നമ്മൾ അത് ആ ഒരു ഇതിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക്. പിന്നെ ഇപ്പൊ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റം, ട്രാവലിംഗ് ഒരു ബ്രേക്ക് വന്നതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോഴും നമ്മളത് കംപ്ലീറ്റ്ലി കഴിഞ്ഞ് പോവാതെ പയ്യെ പിടിച്ചു കയറി വരുന്നോണ്ടിരിക്കുകയാണ്. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ശരിയാവുന്ന തന്നെയാണ് വിശ്വാസം. നമ്മളന്ന് പറഞ്ഞ മാതിരി
ശരിയാവുന്നത് വരെ അല്ലെങ്കിൽ നോക്കുക തന്നെ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇരിക്കുന്നുണ്ട്. അപ്പോ എന്തായാലും എൽദോ ഞാനിത് സംസാരിപ്പിച്ച് കുറെ പുതിയ ആളുകളുണ്ട്. എൽദോ ഇപ്പൊ ഇടയിൽ കുറച്ച് എൽദോനെ ഇപ്പൊ അറിയാത്ത കുറച്ച് ആളുകളും ഉണ്ടാവും ഇതിന്റെ ഇടയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സംസാരിപ്പിച്ചത്. ആ കറക്റ്റ് ആണ്. ലാസ്റ്റ് ജോയിൻ ചെയ്ത് രണ്ടു മൂന്ന് ബാച്ച് ചിലപ്പോൾ എൽദോനെ അറിഞ്ഞു എന്ന് വരില്ല, അറിഞ്ഞല്ലേ. അപ്പൊ ഒരുപാട് ആളുകൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പൊ അവര് കുറച്ച് പേരുണ്ട് അവര്. അപ്പോ എൽദോ ചെയ്ത് വളരെ സിമ്പിൾ ആണ്. ഒരിക്കൽ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽദോയ്ക്ക് മനസ്സിലായി ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതാണ് എന്റെ ഒരു പോയിന്റ്. ഒന്നല്ല ഇവിടുന്ന് താഴത്തേക്ക് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഇതുമ്പോ പിടിച്ച് കയറുക എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ എന്റെ ലൈഫിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അത് എനിക്ക് തോന്നുന്നു എൽദോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പക്ഷെ അവിടെ നിന്നാണ് എൽദോ വർക്ക് ചെയ്ത് തുടങ്ങിയത്. വർക്ക് ചെയ്തെന്ന് വെച്ചാൽ വലിയ ആനക്കാര്യം ഒന്നല്ലാട്ട് ചെയ്ത്, സ്റ്റിക്ക് ഓൺ ആണ് ചെയ്തു. ഒറ്റ ഇതിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തു. ഒറ്റ ഒരു തീരുമാനം എടുത്തു, അതിലാണ് നിന്നു. വലിയൊരു ആനക്കാരും ചെയ്തിട്ടില്ല. ഒറ്റ തീരുമാനം എടുത്തു, അതിൽ നിന്ന് പതിയെ പതിയെ ഇപ്പൊ പറഞ്ഞ പോലെ സ്ട്രാറ്റജിയും സ്വയം അനാലിസിസിലും വിശ്വസിച്ചു തുടങ്ങി ഇപ്പൊ എൽദോ. അല്ലെ എൽദോ കുറെ സമയം സ്വയം അനാലിസിസിൽ അതെ, സ്ട്രാറ്റജി ത്രൂ ആണ് നമ്മൾ അതിനകത്തേക്ക് പയ്യെ എത്തിച്ചേർന്നത്. അത് തന്നെയാണ് നമ്മുടെ അതിന്റെ ഒരു എന്താ പറയാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അതിലൂടെയാണ് കടന്ന് അത് തന്നെ നോക്കിയാണ് നമ്മള്. അപ്പൊ പിന്നെ കുറച്ച് നമുക്ക് പിന്നെ അതിന്റെ ഒരു ഇത് സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളൊരു ഇതിലേക്ക് എത്തിച്ചേർന്നത് സ്ട്രാറ്റജി ത്രൂ തന്നെയാണ് അതിനകത്ത്. അതെ, ഓക്കെ. അപ്പൊ ഓക്കെ പറയൂ ഫർഹാൻ, പറയൂ. ഫർഹാൻ കൈകൊന്നിട്ടുണ്ടായിരുന്നു, അത് പറയൂ ഫർഹാൻ. നേരണ്ടായിരുന്നു മാർക്കറ്റ്. ഞാൻ എൽദോനെ കണ്ടപ്പോ കുറച്ച് സംസാരിപ്പിച്ച് കുറെ ആളുകൾക്ക് എൽദോനെ അറിയില്ല, അതുകൊണ്ടാണ് സംസാരിച്ചത്. പറയൂ ഫർഹാൻ. ഉച്ചവരെ പോറടി ഉണ്ടായിരുന്നു, ഉണ്ടാവും. നമുക്ക് മാർക്കറ്റ് എപ്പോഴും ഒറ്റ പോക്ക് പോയില്ലെങ്കിൽ അതിനുള്ള ഇതില്ലല്ലോ, ഒരു സുഖമില്ലല്ലോ. ഒറ്റ പോക്ക് പോവാണെങ്കിൽ സുഖമില്ലല്ലോ. മാർക്കറ്റ് എപ്പോഴും പോവാണെങ്കിൽ സുഖമില്ലല്ലോ. ബോറടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാൻ നോക്കട്ടെ. ഒരു ഭാവി കാണുന്നില്ല, നോക്കട്ടെ കേട്ടോ. 1:3 ഓക്കെ. 1:2.5 ഓക്കെ. ഓക്കെ 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 ഓക്കെ. നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് പതിപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ കോട്ട് വെച്ചിട്ടാണ്. കോട്ട് ഒരുവിധം എല്ലാവരും വായിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ ആകെ 3 പേരാകണ്ട റിയാക്ഷൻ ഇട്ടിട്ടുള്ളൂ. എനിവേ അവിടെ റിയാക്ഷൻ അവിടെ എടുക്കട്ടെ. നമുക്ക് കോട്ട് വായിക്കാം. ടെക്നിക്കൽ അനാലിസിസ് cannot predict market movements, but it helps identify favorable risk-reward trading opportunities. It also signals when to cut losses if you are wrong. Although it is not foolproof, it is sufficiently effective. ടെക്നിക്കൽ അനാലിസിസ് ആക്ച്വലി മാർക്കറ്റിന്റെ മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളതല്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സാധിക്കുന്നതല്ല. ബട്ട് ഇറ്റ് ഹെൽപ്പ് ഐഡന്റിഫൈ ഫേവറബിൾ റിസ്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. അതായത് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഇപ്പൊ നമ്മളിപ്പോ ഡെയിലി അനാലിസിസ് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലും നിങ്ങൾ അനാലിസിസ് ചെയ്യുന്നത് ആക്ച്വലി മാർക്കറ്റിന്റെ മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല ആക്ച്വലി. മറിച്ച് എന്താണ്, നമുക്ക് ആ ഒരു ഏരിയ, ഞാൻ എന്നും പറയുന്ന പോലെ ആ ഏരിയയിൽ വരുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എത്ര റിസ്ക് എടുക്കാം, അതിനനുസരിച്ച് എത്ര റിവാർഡ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കലാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ ലോസ് കട്ട് ചെയ്യുമ്പോഴാണ്. എങ്ങനെ, ഇഫ് യു ആർ റോങ്, ഒരേ കാര്യം തന്നെ പലവട്ടം പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ലോസ് കട്ട് ചെയ്യാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ ഒരു സ്റ്റബോൺ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. ഓൾദോ ഇറ്റ് ഈസ് നോട്ട് ഫുൾ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് അറിഞ്ഞൊന്നും വരില്ല. കാരണം ഒരു ഫുൾ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് വേ അല്ലെങ്കിൽ പോലും, അതായത് കറക്റ്റ് അല്ലെങ്കിൽ പോലും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓൾദോ അതൊരു കറക്റ്റ് അല്ലെങ്കിൽ പോലും എന്താണ്, ഇറ്റ് ഈസ് സഫിഷ്യന്റ്ലി എഫക്റ്റീവ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ ഒരു 100% അല്ല, പക്ഷെ എന്താണ്, അതൊരു എഫിഷ്യന്റ് ആണ്. നമ്മൾ എങ്ങനെ എഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ സഫിഷ്യന്റ്ലി എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആണ്. എങ്ങനെ, വലിയ ലോസിലേക്ക് വരാതെ, അല്ലെങ്കിൽ വലിയൊരു വലിയ നഷ്ടത്തിലേക്ക് വരാതെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാതെ സംരക്ഷിക്കാൻ ഇതെന്താണ്, ഈ ഒരു
ലോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോസ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാനും ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും ഇത് വായിച്ചിട്ട് ഇങ്ങനെ തന്നെ റീഡ് ചെയ്ത് എടുത്തിട്ടുണ്ടോ? കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം മോശമില്ലാത്ത ഒരു അനാലിസിസ് മോശമില്ലാത്തൊരു ട്രാൻസ്ലേഷൻ ഒന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് വായിച്ചു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിച്ചോളൂ. ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചോ. എന്താ പറയും? അത് മനസ്സിലായിരുന്നു സാറേ. അത് കുറച്ച് എന്താ പറയാ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കോട്ടായിരുന്നെങ്കിലും അതിന്റെ ട്രാൻസ്ലേഷൻ കുറച്ച് വേർഡുകൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. പിന്നെ അതിന്റെ അർത്ഥത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം മുന്നേ സംസാരിച്ച എല്ലാം കൂടെ ചേർന്നതാണ്. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ പഠിച്ചിരുന്നാലും അതിനകത്തും വീണ്ടും വീണ്ടും ഒരു റിസ്ക്. ഇപ്പൊ എത്രയൊക്കെ പഠിച്ചാലും പിന്നെ നമ്മളുടെ പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ. അത് മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും അത് രണ്ടും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ടെക്നിക്കലി അനാലിസിസ് ഈ പറഞ്ഞ മാതിരി കംപ്ലീറ്റ്ലി ആയില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് മാറി നിൽക്കാമെന്നുള്ളതാണ് ഒരു ഓവറോൾ മീനിങ് ആയിട്ട് വരുന്നത്. അത് തന്നെയാണ് ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സെക്കൻഡ് ലൈനിൽ ഒരു പക്ഷെ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓൾദോ ഇറ്റ് ഈസ് നോട്ട് ഫുൾ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100% അല്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞതിന് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അതിനെ ഞാൻ കറക്റ്റ് ചെയ്യാം. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില ടെക്നിക്കൽ അനാലിസിസിൽ നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് അണ്ടിങ് കഴിഞ്ഞിട്ട് നേരെ മോളിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പല ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് അണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് അവിടെ തെറ്റാം എന്നാണ് പറയുന്നത്. അവിടെ തെറ്റാവും. കാരണം തന്നെ അവിടെ ഒരു തെറ്റ് സംഭവിച്ചു. സ്റ്റോപ്പ് ലോസ് അണ്ടിങ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, തെറ്റാവും. പക്ഷെ എന്താണ്, ആ ഒരു സ്റ്റോപ്പ് ലോസ് എഫിഷ്യന്റ് ആണ്. എന്താണ്, നമ്മൾ അങ്ങനെ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ലോസ് കട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നമ്മുടെ ക്യാപിറ്റലിൽ വരുന്ന ലോസിനെ പ്രൊട്ടക്ട് ചെയ്യണം. വലിയ ലോസിനെ പ്രൊട്ടക്ട് ചെയ്ത് ചെറിയ ലോസിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അത് സഫീഷ്യന്റ് ആണ്, അല്ലെങ്കിൽ സഫീഷ്യന്റ്ലി എഫക്റ്റീവ് ആണ്. അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഇതിന്റെ റിയൽ മീനിങ് മനസ്സിലായോ എന്നുള്ള സംശയമുണ്ട് എനിക്ക്. എന്തായാലും ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ ആർക്കും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ഇനി നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് പോവാം. പ്രീ മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ ഗോൾഡിന്റെ ആരൊക്കെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പറയോ? കൈബന്ധിക്കോ? 13 പേര്. എന്തുകൊണ്ടാണ് വളരെ കുറയുന്നത്? 15 പേരൊക്കെ നമുക്കിപ്പോൾ ഇവിടെ അധികം ആൾക്കാർ നിന്നിട്ട് വളരെ കുറവ് ആളുകളാണ് പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണുന്നത്. എന്തായിരുന്നു നമ്മുടെ ഗോൾഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആരെങ്കിലും ഒന്ന് പറയും. എന്തായിരുന്നു പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ എന്നുള്ള ഗോൾഡില്? സാറേ അതിപ്പോ ഇപ്പൊ എടുത്ത ട്രേഡ് ഉണ്ടല്ലോ, അത് സാറ് പറഞ്ഞിരുന്നു. ആ ലൈൻ കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഈ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ലൈന് ബ്രേക്ക് ചെയ്ത ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ മാർക്കറ്റ് ഒന്ന് കളിച്ചിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങി വന്നത്. അതെ. പിന്നെ രണ്ടുള്ളത് ബൈ ആണ്. ബൈ ഇതിന്റെ മുകളിലായിരുന്നു. പിന്നെ അതിന്റെ മുകളിൽ ഒരു ഇംബാലൻസിന്റെ മുകളിൽ ഒരു സെല്ലും പറഞ്ഞിരുന്നു. ഇവിടേക്ക് എത്തുന്ന സമയത്തും സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ ടാർഗറ്റ് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ക്ലാസ്സിന്റെ ഇതായോണ്ടാണ് ഇത് ചെയ്തിരുന്നത്. ഞാനിത് എടുക്കാതെ ഇരുന്നതിന്റെ ഒരു കാരണം, ഇവിടുന്ന് എടുക്കാതെ ഇരുന്നതിന്റെ ഒരു കാരണം, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ എടുക്കാതിരുന്നതിന്റെ കാരണം. ഞാനൊരു റീടെസ്റ്റ് നോക്കിയിരുന്ന സമയത്ത് ഇവിടെ ഒരു റീടെസ്റ്റ്, ഇതിലൊരു റീടെസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ റീടെസ്റ്റ് എനിക്ക് ഇത്തിരി കൂടി മുകളിലേക്ക് പോവാം. കാരണം ഈ ഒരു ലൈന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതോ ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഇതേ കണ്ടില്ലേ, സപ്പോർട്ട് ഏരിയ അല്ല ഇതായിരുന്നു. സപ്പോർട്ട് ഏരിയ എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉള്ള ഏരിയ ആയിരുന്നു. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നുള്ളത്. അപ്പൊ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രേഡ് ചിലപ്പോൾ ഒരു പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇംബാലൻസ് കണ്ടത്. ആക്ച്വലി ഞാൻ ഒരു ഇംബാലൻസ് കണ്ടത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി, ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് 1 മിനിറ്റിൽ പോയിട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്ത് ഇവിടുന്ന് ഒരു ഇതുവരെ എടുത്ത്. എനിവേ അതവിടെ നിൽക്കട്ടെ, ഞാൻ എൻട്രിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പറഞ്ഞ കാര്യം ഇതായിരുന്നു, ഇവിടുന്ന് താഴോട്ടേക്ക് എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് ബിൽഡ് ചെയ്തു.
എന്താണ് മാർക്കറ്റ് ഒന്ന് ബിൽഡ് ചെയ്തു താഴോട്ടേക്ക് എത്തും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് മുകളിൽ കയറിയിട്ട് താഴോട്ടേക്ക് ഒന്നുകൂടി ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു ഇത് പ്രകാരം ഇവിടം വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടം വരെയൊക്കെ എത്താനുള്ള സാധ്യത, പക്ഷെ അത് ശരിയാവണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ശരിയാവണമെന്നില്ല. പക്ഷെ ഇവിടം വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നു. മിനിമം ഇവിടെയെങ്കിലും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റ്. നോക്കാം നമുക്ക്. ഓക്കെ, ഇതായിരുന്നു ഗോൾഡിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം. പക്ഷെ ഗോൾഡിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹാഫ് വേലാണ് ആക്ച്വലി. എന്താ സംഭവിക്കുന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ പറഞ്ഞത് 100% ശരിയായിട്ടില്ല ഗോൾഡിൽ. കാരണം ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടാണ് പറഞ്ഞത്. ആക്ച്വലി നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് മോളിക്കാ പോയിരിക്കുന്നത്. ഇത് ആരെങ്കിലും എടുത്തിരുന്നോ ഈ ട്രേഡ്? ആരെങ്കിലും എടുത്തിരുന്നോ? അതില്ല, തേർഡ് ടച്ച് കറക്റ്റ് കിട്ടാത്തോണ്ട് എടുത്തിട്ടില്ല. ഒരു ക്യാൻഡിൽ ആയതുകൊണ്ട് വിഗ് പോയി ടച്ച് ചെയ്തോണ്ട്. ഏത് ഇതോ? അതല്ലേ, ഓക്കെ. ഞാൻ ഇത് ബ്രേക്ക് ചെയ്തതിലൊരു ട്രേഡ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എടുത്തിട്ടുണ്ടായിരുന്നു വെച്ചത്. ആരും എടുത്തില്ല എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലില് വലിയൊരു കളിയായിരുന്നു അല്ലെ. ഇത് ഇപ്പോഴും കൂടെ നിന്ന് തന്നെ കളിക്കണം അല്ലേ. ഈ ഒരു ഇംബാലൻസിൽ തന്നെ കളിക്കണം അല്ലേ. US ഓയിൽ പറഞ്ഞ് ഈ ഇംബാലൻസിൽ വരികയാണെങ്കിൽ 1 അവറിന്റെ ഇംബാലൻസ് ഓർക്കുന്നുണ്ടോ? 1 അവറിന്റെ ഇംബാലൻസിൽ ഇന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല. US ഓയിലിനെ കുറിച്ചിട്ട് പറയണില്ല. ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് പിന്നെ ഒന്നും പറയണില്ല. ഓക്കെ, BTC ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് എനിക്ക് തോന്നുന്നു പരിപാടി BTC US ഓയിലൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ആളും ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇത് പറഞ്ഞൊരു കാര്യം എന്താണ് BTCയിൽ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? BTCയിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഇംബാലൻസിലേക്ക് വരികയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? അതും ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അത് വന്നിട്ടില്ല. ക്യാൻഡിൽ അതും ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്, താഴോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നിപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് അനാലിസിസിൽ, പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും BTCയോ ഓയിലോ ആരും നോക്കണില്ല. ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യണ്ടല്ലോ, വെറുതെ എന്തിനാ സമയം കളയുന്നത്. അതാണ്. ഷമീർ പറയും. സാറ് BTCയിലും ഓയിലും എല്ലാം പ്രീ മാർക്കറ്റ് അനാലിസിസ് മുഴുവൻ നോക്കി എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് BTCയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഏരിയ സാറ് വരച്ചിരിക്കുന്ന ഒരു ഏരിയ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ ബൈ എൻട്രി ഉണ്ട് എന്നുള്ളത് കാരണം അവിടെ നിന്ന് ബൈ എൻട്രി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പൊ ഷമീറിന് ഇതെങ്ങനെയാണ് ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നത് പറയൂ? അനാലിസിസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് ഈ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഈ ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സാർ പറയുന്ന ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ അല്ലാതെ തന്നെ സ്വന്തമായിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം പ്രീ മാർക്കറ്റ് അനാലിസിസ് വന്നതിന് ശേഷം ഞാനത് കറക്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഏരിയയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ നമുക്ക് തേർഡ് ടച്ച് കിട്ടുന്നുണ്ടോ എന്നാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ആ ഏരിയ വരുമ്പോഴത്തേക്ക് അവിടെ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു എൻട്രി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം ഞാൻ എൻട്രി എടുത്തിട്ട് ഏരിയയിൽ മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതിന് തൊട്ട് മുകളിൽ, അതായത് താഴോട്ട് ഇനി വരുമോ എന്നുള്ള സംശയം വന്നായിരുന്നു എനിക്ക്. കട്ട് ചെയ്തു. എന്നിട്ട് രണ്ടാമത് വീണ്ടും അടുത്ത എൻട്രി, അതായത് ഈ ഏരിയയിൽ മുകളിലും വീണ്ടും മാർക്കറ്റിൽ നിന്ന് പിന്നെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കണ്ടുകൊണ്ടാണ് വീണ്ടും രണ്ടാമത് എൻട്രി എടുത്തത്. അതെ, ആ വേണ്ട മുകളിൽ ചെറുതായിട്ട് ഞാൻ 3 മിനിറ്റ്സിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തായിട്ട് കണ്ടു. അങ്ങനെയാണ് ഞാൻ ഓക്കെ. ഞാൻ ഒന്നാമത് ഇത് ഞാനൊരു കാര്യം ചോദിച്ച ആക്ച്വലി അതല്ല, ട്രേഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം. എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് ഷമീറിന് ഇപ്പൊ 2 വിധത്തിലുണ്ടാവും. ഒന്ന് സൈക്കോളജിക്കലായിട്ടുണ്ടാവും, 2 ടെക്നിക്കലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടോ, ടെക്നിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഉപകാരപ്പെടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. അതെ സാറേ, എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മുന്നേ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഏരിയകൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എനിക്ക് ഏകദേശം കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഏകദേശം എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആ ഏരിയയിൽ മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്യുന്നത്
എനിക്ക് പ്രത്യേകം നോക്കാൻ പറ്റുന്നുണ്ട്. അതനുസരിച്ച് ടെക്നിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്കലോ? സൈക്കോളജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പെന്ന് പറയുന്നത് ഇത് അന്തം ഇല്ലാത്ത ഇത് ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് നമുക്കത് ലിമിറ്റഡ് ആണ്. അതായത് ഇന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ വന്ന് മാർക്കറ്റ് മോളിലോട്ട് പോയാൽ അല്ലെങ്കിൽ ഇത്രേ വരവുള്ളൂ, നമ്മുടെ ലോസ് ഇത്രേ വരത്തുള്ളൂ. നമുക്ക് ഓക്കെ കറക്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് മനസ്സിന് ഓക്കെ സമാധാനമുണ്ട്. സമാധാനമുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അതാണ്. ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. എന്നോട് പറഞ്ഞു സമാധാനം ഉണ്ട് എന്നൊന്നും പറയരുത്. ഓക്കെ. അത് കാരണം നമ്മള് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ടെൻഷൻ അടിക്കാനൊന്നും പാടില്ല. ഓക്കെ ഷമീർ, ഓക്കെ. ഞാനത് ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പല ദിവസവും ടെക്നിക്കൽ അനാലിസിസ് ആളുകൾക്ക് നോക്കി കാണുന്ന കൂടുതൽ ആളുകൾ നോക്കി കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ ഒരു സോൺ വരച്ചു, ഇവിടെ ഒരു സോൺ വരച്ചു, അല്ലെങ്കിൽ ഒരു ഏരിയ വരച്ചു. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നായിരിക്കും കൂടുതൽ ആളുകൾ നോക്കി കാണാം. ഞാനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനൊരു സെൽഫ് സ്റ്റഡി വരുന്നുണ്ട്. എന്തുകൊണ്ട് ഞാനിവിടെ വരച്ചു എന്നുള്ളൊരു സെൽഫ് സ്റ്റഡി നിങ്ങൾ എടുത്തു തുടങ്ങിയാൽ, ഇപ്പോൾ ഒരു പക്ഷെ അതിന് എക്സാമ്പിൾ പറയായിരിക്കും. സെൽഫ് സ്റ്റഡി എടുത്തു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് സംഭവിക്കുള്ളൂ. ഞാനിപ്പോ ഇവിടെ ഗോൾഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡാണ് എല്ലാവരുടെയും ഫേവറേറ്റ് എന്നുള്ളത് എനിക്കറിയാം. ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, US ഓയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ BTC ചെയ്യുന്നുണ്ട്. ഇപ്പൊ 3 കാര്യം ബിറ്റ്കോയിനും ചെയ്യുന്നുണ്ട്. 3ലും നിങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ 3ലും ചെയ്യുമ്പോൾ ചെയ്താണ് നിങ്ങൾക്ക് ആ പെയറിന്റെ മുകളിൽ എന്താവുള്ളൂ, നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ അനാലിസിസിൽ ഇതിപ്പോ ഒരു സോൺ ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അതിൽ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ഈ സോണിൽ നിന്ന് റിയാക്ഷൻ കിട്ടുമോ കിട്ടില്ല എന്നുള്ള രീതിയിൽ നോക്കുന്നതിനേക്കാൾ ബെറ്റർ എന്നും നിങ്ങളിത് മാർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ആദ്യം നോക്കുക. രണ്ടാമത് അതിന്റെ കാരണം എന്താണെന്നുള്ളത് നോക്കുക. ആ കാരണമാണ് നിങ്ങൾക്ക് ഏത് ചാർട്ടിലും, ഇപ്പൊ ഈ പറഞ്ഞ പോലെ BTC അല്ല, US ഓയിൽ അല്ല, ഏത് ചാർട്ടിലും ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാനുള്ള ഫ്രീഡവും കോൺഫിഡൻറ്റും തരും. അതുകൊണ്ടാണ് ഞാൻ എന്നും നിങ്ങളോട് പറയുന്നത്, US ഓയിലിലും BTCയിലും അതുപോലെ തന്നെ ഗോൾഡിൽ എന്തിലും തന്നെയാണെങ്കിലും അനാലിസിസ് നടക്കുന്ന വെയിറ്റ് വരച്ചിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കാത്ത പെയർ ഉണ്ടായിരിക്കും അതിൽ. എന്നിരുന്നാൽ പോലും വരച്ചിരുന്നിട്ട് ആ പെയറിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ള അവിടെ വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറയും. ക്ലിയർ ആയോ? ആരെങ്കിലും ചെയ്യോ? ഇന്നലെ കൂടി ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഓക്കെ ഓക്കെ അവിടെ കിടക്കട്ടെ. ആർക്കും മനസ്സിലായില്ല അല്ലെ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇപ്പൊ ഇത് 3ഉം പറഞ്ഞു കഴിഞ്ഞു. 3ന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ട്രേഡുകൾ എടുക്കാം. ട്രേഡുകൾ കുറയുന്നുണ്ട്. ഞാനിപ്പോ പറയുന്ന പോലെ ഇവിടെ സെക്കൻഡ് ബാച്ചിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര സെക്കൻഡ് ബാച്ച് എന്നല്ല, ലാസ്റ്റിന്റെ മുന്നത്തെ ബാച്ചിനെ കുറിച്ച് ഭയങ്കര മതിപ്പായിരുന്നു. അത് ഏറെക്കുറെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? പല ആളുകളും ട്രേഡുകൾ വളരെ കുറയുന്നുണ്ട്. ഒന്നാണ് ട്രേഡുകൾ വളരെ കുറയുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാരണം. എനിവേ, നമുക്ക് ഇന്ന് എടുത്ത ട്രേഡുകൾ നോക്കാം. ആരിഫ് ബിറ്റ്കോയിൻ്റെ ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. ആരിഫ് ഇതെന്താ ചെയ്തത്? ആരിഫ് ഉണ്ടോ അവിടെ? ഒന്ന് കൈബന്ധിച്ചേ. ഇല്ലേ? ആരിഫ് ഉണ്ടോ? ഇല്ലേ? മുഹമ്മദ് ആരിഫ് ഇല്ലേ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിക്ക് ചെയ്യുന്നില്ല. എന്തായാലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആൾക്ക്. ഞാൻ പിക്ക് ചെയ്യുന്നില്ല. ഇല്ലാത്ത ആളെ ഞാൻ പിക്ക് ചെയ്യുന്നില്ല. ഫർഹാൻ പറയൂ. ഫർഹാൻ കൈബന്ധിക്കൂ. ഹലോ. എന്താണ് ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ? ഞാനതാണ് നിങ്ങളോട് പലപ്പോഴും പറയാറുള്ളത്. പെർഫെക്റ്റ് ട്രേഡുകളാണ് ഫർഹാൻ പിക്ക് ചെയ്യാറുള്ളത്. നോക്കി കഴിഞ്ഞാൽ കാണാം ഇന്നത്തെ പെർഫെക്റ്റ് ട്രേഡ് ആയിരുന്നു അല്ലെ? നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് സ്ലോപ്പി കിട്ടി. കറക്റ്റ് പെർഫെക്റ്റ് ട്രേഡ് ആയിരുന്നു ഇന്നത്തെ. എങ്ങനെയാണിത് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഉപ്പുമുളക് ഇടുന്നുണ്ടോ? ഉപ്പുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ഇടുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ട്രെൻഡ് ലൈൻ ഞാൻ ആദ്യം തന്നെ വരച്ചിട്ടിന്. വരച്ചിട്ടാണ്. അതിന്റെ അടുത്ത് ഒന്നും കിട്ടണില്ല. പിന്നെ ഉച്ചവരെ ബോറായിരുന്നു. പിന്നെ ഒരു ട്രേഡ് വന്നാണ് ബാലൻസ് ഇറങ്ങിയതുകൊണ്ട് തന്നെ
ഉം. എടുക്കാൻ പറ്റില്ല. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ വന്ന് ഇതാണ്. അപ്പൊ കറക്റ്റ് ന്യൂസിന്റെ അവിടെ നിന്ന് റിയാക്ഷൻ അവിടെ നിന്ന് കിട്ടി. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് കയറി വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ്. ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിനെടുത്തത്? അതാണ് ഞാൻ ചോദിക്കുക. ഇതിനെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? അതിപ്പോ സ്ട്രാറ്റജി പ്രകാരം നോക്കിയാണ് ഉള്ളൂ. കണ്ണടച്ച് എടുത്തു. കണ്ണടച്ചതല്ല, പിന്നെ മൾട്ടിപ്പിൾ ടൈമിൽ അവിടെ നിന്ന് ഇങ്ങനെ റിയാക്ഷൻ വന്നതാണ് അടിക്ക്. അടിക്ക് വന്നുണ്ട്. അപ്പൊ അതിന്റെ ധൈര്യത്തിലെടുത്താണ്. അതും കൂടെ ആയിട്ട് എടുത്താ. ഇതും കൂടെ ആയിട്ട് എടുത്താണ്. ഓക്കെ. ഇതെന്നും ഞാൻ അങ്ങനെ ചോദിക്കും കേട്ടോ. ഓക്കെ. എന്നും പറയണം കേട്ടോ. അത് ഞാൻ കാണുന്ന ട്രേഡുകളൊക്കെ പറയണം. കറക്റ്റ് ഒരു ട്രേഡ് ആയിരുന്നു. നല്ല പെർഫെക്റ്റ് ഒരു ട്രേഡ്. അതാ ഞാൻ പറഞ്ഞ പെർഫെക്റ്റ് ട്രേഡ് ആണ് പറയാൻ പിക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് എനിക്ക് സംശയം പറയാനാ. ഇത്ര നോക്കിയാൽ കണ്ടില്ലേ, ആ മൂവ്മെന്റ് ആണ്, ക്ലിയർ മൂവ്മെന്റ് ആണത്. ഇന്നലത്തെയും കൂടിയിട്ടുള്ള ക്ലിയർ മൂവ്മെന്റ് ആണത്. ഇന്നലത്തെയും മിഞ്ഞാത്തെയും ഉണ്ട്. 3 ദിവസത്തെയും കൂടിയുള്ള ഒരു ക്ലിയർ മൂവ്മെന്റ് ആണ് അത് പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഐ മീൻ അത് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. അതാണ് എനിക്ക് സംശയം വന്നത്. എന്നിട്ട് റാഷിദ് ഇല്ലേ ഇവിടെ? റാഷിദ് ഇല്ലേ? പോയാ കൈബന്ധിക്കോ? റാഷിദ് ഇല്ല. ഓക്കെ. മുഹമ്മദ് മുനവീർ. റാഷിദ് മുനവീർ അല്ല, പേര് മാറ്റോട്ടെ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് റാഷിദ്. 2 റാഷിദ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും പേര് മാറ്റണേ. എനിക്കിപ്പോഴും സംശയമാണ് അത് ഏത് റാഷിദാണെന്നുള്ളത്. റാഷിദ് മുനവീർ നാക്ക്. ഇതെന്താണ് ഇവിടെ 2674 ആ ഒരു ഏരിയ എന്താണ് ഇവിടെ? ഇതിന് പോകുന്നത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്താണ് ഏരിയ? ബാലൻസ് ആണോ? വെറുതെ വരച്ച പോരാ. നിങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ വേണം. കേട്ടോ. വെറുതെ ഇങ്ങനെ ഇതിൽ ഇംബാലൻസ് ആണോ? ഇംബാലൻസ് തന്നെയാണോ 2674? ഓക്കെ, ആണല്ലേ. ഓക്കെ. എന്തായിരുന്നു ഇത് എടുക്കുന്ന സമയത്തുള്ള ഒരു ഫീലിങ്സ്? എന്തായിരുന്നു എടുക്കാനുള്ള കാരണം? എന്തായിരുന്നു? സ്ട്രാറ്റജി മാത്രമല്ലല്ലോ, എനിക്കൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫീലിംഗ് കൂടി ഉണ്ടാവില്ല. എന്തായിരുന്നു ഇതിന്റെ കാരണം? സ്ട്രാറ്റജി മാത്രം നോക്കിയതാണോ? കിട്ടിയ പോട്ടെ, സ്ട്രാറ്റജിയിൽ ബിലീവ് ചെയ്തെടുത്താണോ? എടുത്താണ്. ഓക്കെ. അപ്പൊ പിന്നെ സ്ട്രാറ്റജി നോക്കിയിട്ടാന്നുള്ള മനസ്സിലായി. പക്ഷെ നമ്മൾ എൻട്രി ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ അവിടെ നിന്ന് കളിച്ചപ്പോ എക്സിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. 7 മണിന്റെ കുറച്ച് മുന്നല്ലേ. അപ്പോഴാണ് ആ താഴത്ത് അടിച്ചു മോളിക്ക് കയറിയില്ലേ അത്? ഓക്കെ. സക്സസ് ആയിട്ടുണ്ട്. ആൻഡ് റാഷിദ് ഷമീർ. ഷമീർ നേരത്തെ പറഞ്ഞല്ലേ ആ ഒരു ട്രേഡ്? നേരത്തെ പറഞ്ഞ ട്രേഡ് അല്ലേ? നേരത്തെ പറഞ്ഞ ട്രേഡ് സക്സസ് ആണ്. ആൻഡ് ഓക്കെ. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ വെക്കാനെന്ത് സ്ട്രാറ്റജി പ്രകാരം വെച്ചാണോ ഇറക്കി വെച്ചാണോ? അത് സ്ട്രാറ്റജി പ്രകാരം അതിന്റെ താഴെയല്ല സാറേ, അതിന് മുകളിലാണ് വെച്ചത്. അതിന്റെ ഇടയിലൊരു സിംഗ് ഉണ്ടായിരുന്നു. ഇടയിൽ സിംഗ് ഉണ്ടായിരുന്നോ? അവിടെയാണ് വെച്ചത്. ഇതേ ഞാൻ പറഞ്ഞ ഇതിലാണ് ഞാൻ പറഞ്ഞത്. ഐ മീൻ ഈ ഒരു ഇതെന്ന് പറഞ്ഞത് നമ്മൾ അങ്ങനെയൊക്കെ ആക്ച്വലി വെച്ചാൽ മതി. പക്ഷെ ഇത് ഇറങ്ങി വരുന്ന ഇംബാലൻസ് എന്നാണ്. അത് നോക്കിയില്ലേ? അത് നോക്കി. പക്ഷെ നമ്മൾ ഇവിടെ ആ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് 3 പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്ത്. ഇതോ അല്ലല്ല, നമ്മള് വരച്ചിട്ടൊരു ലൈൻ ഉണ്ടല്ലോ, രാവിലെ വരച്ചിട്ടൊരു ലൈൻ. അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെയാണ് തേർഡ് ടച്ച് കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ. ഓക്കെ. എനിക്ക് അതിന്റെ ലോജിക്ക് എന്താന്നുള്ള പിടുത്തം കിട്ടിയില്ല. സാറ് രാവിലെ ഒരു ലൈൻ വരച്ചുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്ത് മോളിൽ പോവാണെങ്കിൽ 3 പ്രാവശ്യം ടച്ച് ചെയ്ത ലൈനായിരുന്നു. 3 പ്രാവശ്യം ടച്ച്. ആ ലൈനിൽ 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഇങ്ങനെ എടുത്തുണ്ട്. ഓക്കെ. സപ്പോർട്ടായി മാറുമല്ലോ. അപ്പൊ അങ്ങനെ അവിടെ അത്യാവശ്യം തല ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതെ. വക്രബുദ്ധി ഉപയോഗിക്കാൻ ആരും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ ഒരു കാര്യം ഞാനിവിടെ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എത്ര ആൾക്കാർ പിക്ക് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ഷമീർ ഉപ്പാനോട് പറഞ്ഞില്ലേ,
പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ. പക്ഷെ അത് ഞാൻ മറ്റൊരു രീതി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മളിങ്ങനെ ഇമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ എന്താ പറയാ അതങ്ങനെ ചെയ്യണം, നിർബന്ധിച്ച് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ. പക്ഷെ അത് സമീർ എങ്ങനെ പിക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. അതാ ഞാൻ ചോദിച്ചത്. അല്ല ആദ്യമേ സ്ട്രാറ്റജി പ്രകാരം എൻട്രി എടുത്തു. അപ്പോഴേ എൻട്രി എടുത്ത് കൺഫ്യൂഷൻ വന്നത് താഴെ പോകുമോ. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഈ അതങ്ങനെ കട്ട് ചെയ്തു, പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇത് ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ പിന്നെ കൺഫേം. ഓക്കെ, അത് അവിടെ ഉണ്ട് എന്നുള്ള അത് ഞാൻ പറഞ്ഞു. ആ കൺഫേം ആയ പോയിന്റ് ഉണ്ടല്ലോ, അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മളിപ്പോ ഈ 6 പോയിന്റ് എന്ന് പറഞ്ഞ 6 പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ, അതുപോലെ നമ്മളങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞ പോയിന്റ് അല്ല അത് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാനത് പിന്നീട് ഒരിക്കൽ പറഞ്ഞോ. ആക്ച്വലി ഇതാർന്ന ട്രേഡ് റാഷിദ് തന്നെ ഇതാ മുഹമ്മദ് റാഷിദ്. ഇതാ ഞാൻ പറഞ്ഞു. ഇത് ഏത് റാഷിദാ? മുഹമ്മദ് റാഷിദ് ഉണ്ട്. മുഹമ്മദ് റാഷിദ് ഉണ്ടോ അവിടെ? ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈബന്ധിച്ചേ. ഞാനതാ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേര് അവിടെ മാറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര നേരത്തെ റാഷിദ് ആയിരുന്നു, ഇവിടെ റാഷിദ്. ഓക്കെ, ആളില്ല അവിടെ, അപ്പൊ നമ്മൾ പിക്ക് ചെയ്യുന്നില്ല. ആൻഡ് ഷഫീഖ്, എന്താണ് ഷഫീഖ്, എന്താണ് ഒരേ കാര്യം തന്നെ പലതവണ മിസ്റ്റേക്ക് സംഭവിക്കുന്നത്? ഷഫീഖെ, എന്താണ് ഒരേ കാര്യം തന്നെ പലതവണ മിസ്റ്റേക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഷഫീഖ് പറയൂ, ഇതിലെ കാരണം എന്താ? അത് സാറേ ട്രേഡ് രാവിലെ മുതൽ നോക്കി കിട്ടാതിരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടേ എന്നുള്ള ഒരു മെന്റാലിറ്റി വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആക്ച്വലി ഒരു വള്ളി നമ്മൾ പറയില്ലേ, വള്ളി ഇതുമ്പോ പോയി കയറി പിടിച്ചു എന്ന് പറയില്ലേ, ഇതിന്റെ ഹയർ ടൈം ഫ്രെയിമിൽ പോയി നോക്കിയിരുന്നോ? ഹയർ ടൈം ഫ്രെയിം നോക്കിയിരുന്നില്ല. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു വീഴ്ച നടന്ന ഒരു ഏരിയയാണ്, അതായത് ഇത്രയും വലിയൊരു ഇമ്പൾസീവ് ആയിട്ട് ഒരു മൂവ്മെന്റ് നടന്ന ഏരിയയാണ്. ഇന്നലെ നമ്മുടെ ഇംബാലൻസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് ഓർക്കുന്നുണ്ടോ? ശരിയുമുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയം എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് വീഴുന്നത്, അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് വലിയ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രഷർ ഭയങ്കര കൂടുതൽ എന്നുള്ളതാണ്. അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് വളരെ ഈസി ആയിട്ടൊന്നും മുകളിലോട്ട് പോവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈസി ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൽപ്പിച്ചൊക്കെ എടുക്കാം. അതില് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സക്സസ് കിട്ടുകയും ചെയ്യും. ഇവിടുത്തെ ഇംബാലൻസ് തന്നെ നമുക്ക് അതിന് എന്താണ് ഒരു ഉദാഹരണം തരുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഇംബാലൻസ് നോക്കിയാൽ കാണാം എന്താണ്, ഇതിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്തോ? ഇല്ല. പലതവണ അതിന്റെ താഴോട്ടേക്കാണ് വരുന്നത്. നോക്കിയേ, പിന്നെ വന്നു വീണ്ടും ഇംബാലൻസിൽ ഇറങ്ങിയിട്ട് താഴോട്ടേക്കാണ് വരുന്നത്, വീണ്ടും ഇംബാലൻസിൽ ഇറങ്ങിയിട്ട് ഒരു ഈക്വൽ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് ഈ ഒരു ഏരിയ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് പോകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ടെന്ന്. ഇത് പക്ഷേ ഞാൻ പറഞ്ഞില്ല, പ്രൈസ് ആക്ഷൻ പഠിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലോജിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കണം. മറ്റുള്ള പോലെ എനിക്കറിയില്ല, ICT SMC പോലെ ഇത്തിരി കൂടി ആറ്റി കുറുക്കിയ സാധനമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നന്നായിട്ട് നമ്മൾ ലോജിക്ക് ഉപയോഗിക്കണം. കാരണം നെക്സ്റ്റ് ഒരു തവണ കയറിപ്പോയി, ഇപ്പൊ നോക്കിയാൽ കാണാം ഇവിടെ വന്നു, പിന്നെ അതിന്റെ താഴെയാണ് വീണ്ടും ഇറങ്ങി വന്ന് നോക്കിയാൽ കാണാം അതിന്റെ താഴത്തെ ഇംബാലൻസിലേക്ക് വന്നു, രണ്ടാമത്തെ ഇതിന്റെ ഹൈ എടുത്തു, ഇവിടെയാണ് വരുന്നത്. എനിവേ, ഇതിന്റെ ഒരു പ്രശ്നം ഇത് നോക്കുക. ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ മുന്നും പറഞ്ഞിട്ട് തോന്നുന്നു ഷെഫീഖിനോട്, ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുക. അതൊരു വലിയൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് നടന്ന ക്യാൻഡിലായിരിക്കും. അപ്പൊ അവിടേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം എന്താണ്, അവിടെ നിന്നിട്ട് ഒരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യണം. ഇങ്ങനെ നിന്നിട്ട് വീഴുകയാണെങ്കിൽ വലിയൊരു വീഴ്ചയാവും. അല്ലെങ്കിൽ ഈ വീഴ്ച വന്നിട്ട് ഇവിടെ ഉള്ള ഏതെങ്കിലും ഏരിയയിൽ നിന്ന് കയറിപ്പോയിട്ടുണ്ടോ? എന്താ സംഭവിച്ചിരിക്കും? ഇവിടുന്ന് കയറിപ്പോയിട്ടുണ്ടോ? അത് വലിയ വീഴ്ച ഉണ്ടോ? കയറിപ്പോയിട്ടുണ്ടോ? അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, ഇവിടെ ബ്രേക്ക് ചെയ്യാനുള്ളതിന്റെ അതിനൊരു സ്ട്രെങ്ത് ഇല്ല. അപ്പൊ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി അടുത്തൊരു സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വന്നു, അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്നുള്ളത്. സാറ് പറയുന്ന സാധനം നമുക്ക് ഇതുവരെ കിട്ടാത്തത് ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഉണ്ടല്ലോ. ശരിക്കും കിട്ടൂല എന്ന് എനിക്ക് ചെറിയ ഡൗട്ട്. ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, അതുകൊണ്ട് എടുത്താ. പേടിയുണ്ടോ ഇപ്പോ ഫെയിലർ വരുമ്പോ? ഒരു നിരാശ ഉണ്ടോ? മൈൻഡ് സെറ്റ് ഒക്കെ ഓക്കെ ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മളെ ലോസ് ലിമിറ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിയ പേടിയില്ല. ലോസിൽ ലിമിറ്റ് ആയതുകൊണ്ട് ചെറിയ ലോസ് ആയിരിക്കും, അത് നമുക്ക് മുമ്പേ അറിയാം. പിന്നെ എന്തെങ്കിലും ഒന്ന് പഠിക്കാന്ന് വിചാരിച്ചെടുക്കുന്ന
ഓക്കെ, ഷാനാസ് പറയൂ. ഷാനാസ് എന്താ സംഭവിച്ചത്? 77,500 എന്ത് സംഭവിച്ചു ഷാനാസ്? ഷാനാസ് കൈബന്ധിക്കേ, എന്താ സാർ അത് സംഭവിച്ചു? സ്ട്രോങ് ആയിട്ടുള്ള വീഴ്ചയായിരുന്നു സംഭവം. അത് എടുക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് അതെന്തുകൊണ്ട് ടച്ച് വെറുതെ വീഴില്ലല്ലോ. നമുക്ക് കാണാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെറുതെ വീഴില്ല. എങ്ങനെ വെറുതെ വീഴുക? വെറുതെ വീഴാൻ പാടില്ലല്ലോ. വെറുതെ വീണ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു 77,500 അല്ലെ? ഇതല്ലേ? അതെ. ഈ ഏരിയയിൽ നിന്നും വെറുതെ വീഴില്ല. ആക്ച്വലി ഈ ഏരിയ നമുക്ക് നോക്കാം. എന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം ഇല്ലാണ്ട് വീഴില്ല. എന്താണ് ഈ ഏരിയയുടെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കാരണം കിട്ടിയോ? അതെ, എന്താണ് മൾട്ടിപ്പിൾ ടച്ച്. മൾട്ടിപ്പിൾ ടച്ച് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് നോക്കാം. ഒന്നിൽ കൂടുതൽ, 1, 2, 3 ഒന്നിൽ കൂടുതൽ ടച്ച് ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഇല്ലേ? വന്നിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടച്ച് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇവിടെ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെയാണ് അതല്ലേ? 14/1 എന്ന് പറയുമ്പോൾ 14 ഇന്നലെ നൈറ്റിലെയാണ്. അത് നൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്കിവിടെ മൾട്ടിപ്പിൾ ടച്ച് തന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കാരണം. എന്താണ്? റെസിസ്റ്റൻസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ വെറുതെ മാർക്കറ്റ് വീഴില്ല. മാർക്കറ്റ് ഒരു ഏരിയയിൽ നിന്ന് വെറുതെ വീഴില്ല. അതിന് കൃത്യമായിട്ടുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? കാരണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോളൂ. ഇപ്പൊ എന്റെ ആ സ്റ്റോപ്പ് ലോസ് എടുത്ത ഇതിനകത്തെ വലിയ ക്യാൻഡിൽസ്, അതായത് ബേറിഷ് വലിയ ക്യാൻഡിൽസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതോ വലിയ ക്യാൻഡിൽസ് എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പം നമ്മൾ ഒഴിവാക്കാവോ സംഭവം? ഇത് ഒഴിവാക്കണം. ഇതല്ല ഞാനിപ്പോ ഷെഫീഖിനോട് പറഞ്ഞത്. ഇപ്പൊ നോക്കിയേ, 1, 2, 3 ക്യാൻഡിലാണ്. 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 5 മിനിറ്റ്സിലോട്ട് നോക്കിയേ. വലിയ ക്യാൻഡിൽ 50 മിനിറ്റ്സിലോട്ട് നോക്കിയേ. വലിയ മൂവ്മെന്റ് ആയില്ലേ? ഭയങ്കര മൂവ്മെന്റ് ആയില്ലേ? ഞാനങ്ങനെ ചിന്തിച്ചായിരുന്നു ഒഴിവാക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലൂടെ വന്നപ്പോഴാണ് ഞാൻ പിന്നത് ഇങ്ങനെ വരുന്ന സമയത്ത്, ഇങ്ങനൊക്കെ ഒരു ക്യാൻഡിൽ വരുന്ന സമയത്ത്, ഇതിപ്പോ ബെയറിഷ് ഇത്രയും വലിയ ക്യാൻഡിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ വരുന്നത്. മനസ്സിലായോ? ബൈക്ക് ഓപ്പർച്യൂണിറ്റി അല്ല. ഇത് ഒഴിവാക്കണം. ഇത്രയും വലിയ ക്യാൻഡിലല്ല വരുന്നത്. അത് ഞാൻ പറഞ്ഞത് നോക്കിയപ്പോൾ ഇത്രയും വലിയ ക്യാൻഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 മിനിറ്റ്സിലും 3 ക്യാൻഡിലാണ്. ഞാനിപ്പോൾ നേരത്തെ ഷെഫീഖിനോട് പറഞ്ഞതാണ്. ഇപ്പൊ 3 മിനിറ്റ്സിൽ 3 ക്യാൻഡിലാണ്. 2 ക്യാൻഡിലാണെങ്കിൽ 5 മിനിറ്റ്സിൽ നോക്കി കഴിഞ്ഞാൽ ഇത്തിരി കൂടി വലിയ ക്യാൻഡിലാണ്. 2 ക്യാൻഡിൽ തന്നെയാണ് അവിടെയും, പക്ഷെ വലിയ ക്യാൻഡിലാണ്. നോക്കിയേ 50 മിനിറ്റ്സിൽ നോക്കിയേ എന്ത് വീഴ്ച വീണു അല്ലെ? ഭയങ്കര വീഴ്ചയല്ലേ വീണത്. അപ്പോൾ അതാണ് പറഞ്ഞത്, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് ഇനി? അൻവർ അസല്. അൻവർ എന്തായിരുന്നു കാര്യം? അൻവർ അല്ലേ കൈബന്ധിച്ച? അൻവർ കുറേ ഒരു ട്രേഡൊക്കെ കണ്ടിട്ടു. അൻവറിന്റെ ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ കണ്ണില് എണ്ണ ഒഴിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോ. ശരി. കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് നന്നായില്ലേ? അത് ക്യാൻസൽ ചെയ്ത് ഇപ്പൊ SL അടിച്ചേനെ. ഓക്കെ, എവിടെയായിരുന്നു അൻവർ അത് പറ്റിയിരുന്നത്? ട്രേഡ് എന്ന് വെച്ചാൽ 26.71 എന്നാണ് വീണത്. അതെ, ഒന്ന് ഞാൻ പറഞ്ഞു തരണ്ട. എന്തിനാ ഞാൻ പറഞ്ഞിരുന്നത്? എത്രയും പറഞ്ഞിരുന്നത് പറഞ്ഞു തരണ്ട. ഇവിടെ നിന്നാണ് വീണത്. 26.71. ഇതിലോ എന്താണെങ്കിലും ഇതിലായിരിക്കും അല്ലെ? ഇതിൽ നിന്നാ വീണ്. അതെ, 26.71 634. അതെ,
അതെ അതിൽ തന്നെ വീണത് 77 ഈ ഈ റേഞ്ചിൽ നിന്നാണ് വീണത്. പറഞ്ഞേണ്ട ഇവിടെ എന്താണ്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ചെറിയ ഇംബാലൻസും കൂടി ഉണ്ട് അതിൽ. ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. ഒരു ഇംബാലൻസിനെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഇംബാലൻസ് ഒക്കെയാണ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആ ഇംബാലൻസ് അപ്പൊ നോക്കണല്ലേ? ഇംബാലൻസിന്റെ പ്രശ്നം അതാണ്. കാരണം പറഞ്ഞില്ലേ ചെറുതാണ്. എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതേ കണ്ടോ എന്താണെന്ന് പറയാം. പ്രത്യേകിച്ചും ഇംബാലൻസ് ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഒരു കൺസോളേഷൻ മാർക്കറ്റ് ആണ് കണ്ടില്ലേ, ഇത് കൺസോളേഷൻ ഏരിയ ആണ്. ഈ കൺസോളേഷനിൽ ഈ പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. കൺസോളേഷനിൽ ഈ പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെ ഇതിൽ നിൽക്കുന്ന സമയത്ത് ഇംബാലൻസുകൾ ഇവിടെ ഒക്കെ നോക്കിയേ ഇതിപ്പോ ഇത്തിരി കൂടി വലിയ ഇംബാലൻസ് നോക്കിയാണ്ടോ, അടിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നത് കണ്ടില്ല, അതിന്റെ കണ്ടിന്യൂഷൻ ഇറങ്ങി വന്നു, ഇതിന്റെ ലോഡ് ഈ കൺസോളേഷനിലൊക്കെ നോക്കിയോ ഇംബാലൻസുകൾ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൺസോളേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മൂവ്മെന്റിനെ ജാം ചെയ്യാന്നുള്ളതാണ്. ജാം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഇങ്ങനെ വലിയ മൂവ്മെന്റുകൾ കുറച്ച് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇംബാലൻസുകൾ അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇംബാലൻസുകളെ ഒന്നും വെറുതെ വിടില്ല. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യണമല്ലോ. മൂവ് ചെയ്യണമെങ്കിൽ സ്ട്രോങ് പോയിന്റ്സുകൾ വേണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ മാർക്കറ്റ് കയറി ഇറങ്ങി അവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മറ്റുള്ള പോലെയല്ല. മറ്റുള്ളതൊക്കെ ഒന്ന് മോളിലേക്ക് പോയിട്ട് ചിലപ്പോൾ ഒന്ന് മുകളിൽ സ്ട്രോങ് ഏരിയ താഴെ വരിക. ഇത് ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ചിലപ്പോൾ കയറി ഇറങ്ങി സംഭവം എടുത്തുകൊണ്ട് വരും. ഇവിടെ നോക്കിയാൽ കാണാം അപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോരും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് ഈ കൺസോളേഷൻ റേഞ്ചിൽ ആരോടും ട്രേഡ് എടുക്കരുതെന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ചെറിയൊരു ഇംബാലൻസാണ്. ചെറിയൊരു ഇംബാലൻസിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ചിലപ്പോൾ 3 മിനിറ്റ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ വലിയ ഇംബാലൻസ് ആയിരിക്കും കേട്ടോ. ഇല്ല ഇംബാലൻസ് ഇല്ല. ഞാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പോകരുത്. നമ്മുടെ എൻട്രി ടൈമിന്റെ താഴോട്ടേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ ഒരു കാലത്തും പറ്റില്ല. അവിടെ ഇല്ല, എവിടെ നിന്ന് ഇംബാലൻസ് ഇല്ല. ആക്ച്വലി ആ 5 മിനിറ്റ്സിന്റെ ഒരു ഇംബാലൻസിലാണ് നോക്കിയ 1 മിനിറ്റിലൊക്കെ ഇംബാലൻസ് മുകളിലൊക്കെ എടുക്കുന്നത് കണ്ടോ. അപ്പോൾ എടുക്കുന്നത് അപ്പോൾ 5 മിനിറ്റ്സിന്റെ ഇംബാലൻസ് ഉള്ളൂ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇംബാലൻസ് ആണ് അത് കെടുക്കുന്നത്. ഓക്കെ, അതിനോട് മനസ്സിലായത്? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ അത് ഇനിയിപ്പോ എന്താണ് അടുത്ത ആരാ ചെയ്തിരിക്കുക? അൻവർ SL അടിച്ചിട്ടുണ്ട്. അൻവറൊക്കെ എടുക്കുന്നതിനേക്കാൾ മുന്നേ അഖിൽ അതേ ട്രേഡ് തന്നെ അല്ലേ? സെയിം ട്രേഡ്. അതെ സർ, സെയിം ട്രേഡ്. അഖിൽ എന്താണ് ഇത് പറ്റുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. എന്തുകൊണ്ടാണ് അഖിൽ ഇത് ഈ ഒരു ഇംബാലൻസ് പോട്ടെ, ഈ റേഞ്ച് നമ്മൾ വരച്ചു വെക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് പറ്റുന്നത്? എന്താണ് സംഭവിക്കുന്നത്? കോൺഫിഡന്റ് ഇല്ലായ്മ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല സാർ. ഇത് റേഞ്ചിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് ഇത് നീട്ടി വരയ്ക്കുന്ന സമയത്ത് അവിടെ ഓൾറെഡി മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ആയ ഏരിയ ആണ്. അതെ. അപ്പൊ എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ ചോദിക്കുന്നത്. എന്നും ഒരേ മിസ്റ്റേക്ക് തന്നെയാണ് പറ്റുന്നത് അല്ലേ? അല്ലേ, എന്നും ഒരേ മിസ്റ്റേക്ക് തന്നെ പറ്റുന്നത്. അഖിലിന് മനസ്സിലാവുന്നുണ്ടോ മിസ്റ്റേക്കുകൾ? മറ്റേ ഈ മിസ്റ്റേക്കുകൾ റിമൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അഖിലിന്റെ പൊസിഷൻ മാറുന്നുള്ളത് അഖിലിന് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്. കോൺഫിഡൻസ് കുറവുണ്ടോ എന്ന് ചോദിക്കുന്നത് അതാണ്. കോൺഫിഡൻസ് കുറവുള്ള ആളുകൾക്കാണ് അത് മനസ്സിലാവാതിരിക്കുക. അപ്പോ ആവേണ്ടതാണ് അഖിൽ. ഇനി പറഞ്ഞല്ലോ ഒന്നും ഒരേ മെത്തേഡിലാണ് അഖിലിന് ലോസ് സംഭവിക്കുന്നത്. കേട്ടോ? ഓക്കെ. ഒരേ മെത്തേഡിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇനി അടുത്തത് അഖിലിന്റെ SL ആനന്ദിന്റെ പേര് സ്ഥിരം ഉണ്ട് കേട്ടോ ആനന്ദ് ഇതില്. ആനന്ദ് എന്ത് പറ്റി? ഒരു ട്രേഡ് വെറുതെ SL കൊടുത്തിട്ടുണ്ടല്ലോ. എന്ത് പറ്റിയത്? വെറുതെ SL കൊടുക്കാനുള്ള കാരണം സാറേ തേർഡ് ടച്ച് ഞാന് പിന്നെ കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ XNS-ഉം പിന്നെ അല്ല ഇതെന്തിനാ ഇത്രയും വലിയ ഒരു ടാർഗറ്റ് വെച്ചത്? അതാ ഞാൻ പറഞ്ഞു വെറുതെ SL കൊടുത്തു. ഇത്രയും വലിയ ടാർഗറ്റ് കൊടുത്തത് 1:3 ഇല്ലേ? എന്തിനാ കൊടുത്തത് 1:3? 1:2 ഇതിവിടെ തേർഡ് ടച്ച് ഉണ്ടല്ലോ. അല്ല, ഞാൻ അതല്ല എടുത്തത്, അതിന് തൊട്ട് മുന്നത്തെ എടുത്ത്. ഏതോ ഒരു വ്യത്യാസം വന്നപ്പോഴേ ഇതോ എനിക്ക് മനസ്സിലായില്ല. ആ ട്രേഡ് കിട്ടിയില്ല. ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നു. ആ കറക്റ്റ്
ട്രെൻഡ് ലൈനിൽ തന്നെ തട്ടി വന്നിരുന്നു. അപ്പൊ ഞാൻ ആ പോയിന്റ് ഇട്ടതിൽ വ്യത്യാസം വന്നു. XNSലും ഓണ്ടയിലും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ആക്ച്വലി ഇവിടെ എൻട്രി പ്ലേസ് ചെയ്തനുസരിച്ചാണെങ്കിൽ അഖിൽ പ്രോഫിറ്റബിൾ ട്രേഡ് ആവണ്ട 1:2 പ്രോഫിറ്റബിൾ ട്രേഡ് ആവണ്ടാണുള്ളത്. അതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ താഴത്തെ ലൈനിൽ വരെ എത്തും വിചാരിച്ചു. ഇത് ആക്ച്വലി പ്രോഫിറ്റബിൾ ട്രേഡ് ആണ് 1:2. ഞാൻ നിങ്ങളോട് പറഞ്ഞ 1:2ലേക്ക് നിൽക്കുക നിങ്ങളിപ്പോ. അതിപ്പോ പിടിക്കാൻ സമയമുണ്ട്. ആദ്യം നിങ്ങളുടെ PNL ഒന്ന് പച്ചക്കത്തട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് പിടിക്കാൻ സമയമുണ്ട്. നമുക്ക് പതുക്കെ പതുക്കെ വലിയ ട്രേഡിലേക്ക് പോകാൻ സമയമുണ്ട് കേട്ടോ. ഇത് വെറുതെ കൊടുത്തൊരു ട്രേഡ് ആണത്. കാരണം 1:3 ഉണ്ട്. എനിക്ക് തോന്നുന്നു 1:3 ഉണ്ട്. എന്റെ അതാണ് മിനിമം 1:3 ഉണ്ട് അല്ലെ? 1:3 ഉണ്ട്. 3ന്റെ അടുത്തുണ്ട്. അത് വെറുതെ കൊടുത്തൊരു ട്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് തിരിച്ചു കയറി പോകാനുള്ള റീസൺ നോക്കിയിരുന്നു അവിടുന്ന്. അതിന്റെ കുറെ മൾട്ടിപ്പിൾ ടച്ച് നടന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇതിന്റെ മുന്നേ എന്തായിരുന്നു എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു പാറ്റേൺ അവിടെ ഉണ്ട്. അല്ലേ? എന്നിട്ട് ഇംബാലൻസിൽ കയറിയിട്ട് പിന്നെയും താഴേക്ക് ഞാൻ പറഞ്ഞ ലൈനിലേക്ക് തന്നെ വന്നു. ഇറങ്ങി വന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് അല്ലേ? കാര്യം നടക്കില്ല എന്ന് മാത്രല്ലേ? അതാണ് പ്രശ്നം. അത് സൂരജ് TP സുരേഷ് ബിറ്റ് കോയിനിലാണ്. സൂരജ് കുറച്ച് US ഓയിലൂടെ ഉണ്ടായിരുന്നോ? നോക്കട്ടെ. US ഓയിൽ എന്താണ് സംഭവിച്ചത്? 26,731. എന്തായിരുന്നു കാരണം നോക്കിയിരുന്നോ? അതെനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഇതാണോ 76? ഇതിലേതെങ്കിലൊക്കെ 76? ഒരു ബ്രേക്ക് നടന്ന 76,700. 76,700 ഇവിടെ അല്ലേ? 76,700 എന്ന് പറയുമ്പോ ഈ ഒരു ഏരിയ ആയിരിക്കും അല്ലെ? 700 എന്ന് പറയുമ്പോ ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിലായിരിക്കും. ഞാനോട് വരച്ചിട്ടിട്ടുണ്ട്. എന്താണ് കാരണം എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. പിന്നെ വരച്ചിടണമെങ്കിൽ ഒരു കാരണം. ഇപ്പൊ 76,700 എന്നുള്ളത് ഇംബാലൻസ് ഉണ്ടല്ലോ, കണ്ടോ? കാണുന്നുണ്ടോ? ബാലൻസ് ഉണ്ട് ഇതില്. ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാരണം ബാലൻസ് ഉണ്ട് ഇതില്. ക്ലിയർ ആയോ? ഇംബാലൻസ് ഉണ്ട് ഇതില് കേട്ടോ. 700 ഈ റേഞ്ചിൽ നിന്നാണ് കയറിപ്പോയത്. ബാലൻസ് മാത്രമല്ല, ഇവിടെ എന്താണ്, ഇവിടെ മൾട്ടിപ്പിൾ ടൈം ആയിട്ടുള്ള 1, 2, 3 എന്ത് നടക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ടൈം ആയിട്ടുള്ള ഇത് നടന്നിട്ടുണ്ട് അല്ലേ? ഈ റേഞ്ചിൽ നോക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ട് 1, 2, 3 തവണ വന്നിറങ്ങി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇതിലൊക്കെ ഇത് കണ്ടില്ലേ? ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്ത എൻട്രി സംഭവിച്ചിട്ടുണ്ട്. പോട്ടെ. ഓക്കെ, സൂരജ് പറഞ്ഞു ഞാൻ പിടിക്കുന്ന വള്ളികൾക്ക് മുഴുവൻ, അല്ല സൂരജ് അല്ല, ആനന്ദ് പറയുന്ന പോലെ ഞാൻ പിടിക്കുന്ന വള്ളികൾ മുഴുവൻ പണിയാണ് അല്ലേ ആനന്ദ്? അതെ. ഓക്കെ, സൂരജില്ലേ കൈബന്ധിച്ച്? സൂരജ് കുറച്ച് ദിവസമായല്ലോ ട്രേഡ് കണ്ടിട്ട്. സൂരജിന്റെ ട്രേഡ് കാണാറുണ്ടോ? ഇല്ല. സൂരജ് ഇല്ല. ഓക്കെ, അപ്പൊ പിക്ക് ചെയ്യുന്നില്ല. ഒരു BTC ഇത് സെയിം ട്രേഡ് എനിക്ക് തോന്നുന്നു ഷമീർ എടുത്ത ട്രേഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇനി ആരാണ്? ആ ട്രേഡ് അല്ല അല്ലേ? ഷഫീഖ് CJ. ഷഫീഖ് ഇത് ഏതാ പേര്? ഇത് ഏതാ പേര്? ഓക്കെ, സുഖമില്ലാണ്ടിരിക്കുക. പറഞ്ഞുതരാം. അപ്പൊ പിന്നെ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഈ പെയറിന്റെ പേര് ഇവിടെ കാണിക്കണം. ഇതിപ്പോ കാണുന്ന സമയത്ത് നമുക്ക് അറിയാം ഏതാണ് മറ്റേ ബിറ്റ് കോയിൻ ആണെന്നുള്ള അറിയാം. പക്ഷെ പേര് ഇവിടെ ഉണ്ടായിരിക്കണം, സിമ്പിൾ നെയിം ഇവിടെ ഉണ്ടായിരിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിക്ക് ചെയ്തത്. ഇത് പ്രോഫിറ്റ് ആയിട്ടുണ്ടല്ലോ ഇല്ലേ? പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാനത് വീണ്ടും പറയണില്ല പ്രോഫിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആകെ പറയാനുള്ളതെന്ന് വെച്ചാൽ പേരിന്റെ പേര് ഇവിടെ കാണണം. എല്ലാവരോടും കൂടിയേ പറയുന്നുണ്ട്. പേരിന്റെ പേര് ഇവിടെ കാണണം ഈ ഒരു ഏരിയയിൽ. ഓക്കെ,
എന്തൊരു ഷഫീഖ് ഭയങ്കര ഇതുണ്ടല്ലോ, പനിയാ സാറേ, പനിയാണോ? ക്ലാസ് കട്ട് ഓക്കെ, ചെയ്യാൻ തോന്നുന്നില്ല. അതെ, ഓക്കെ. ഓ അഖിൽ, അതിന്റെ അവസാനം ഒരു ഇത് കാണുന്നുണ്ടല്ലോ അഖിൽ, കുറെ കാലത്തിന് ശേഷം. കുറെ കാലത്തിന് ശേഷം കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് എടുക്കാനുള്ള കാരണം എന്തോന്ന് പറഞ്ഞേ, ഒരു കാരണം ഉണ്ടാവല്ലോ. അങ്ങനെ എന്താണ്? ചോദിക്കരുത്. അല്ല, ഇത് അറിയണം. കാരണം 2674 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ആണ്, അത് മാർക്ക് ചെയ്തിട്ടില്ല. അത് ഞാൻ ചോദിക്കുന്നത് എടുക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചേ. അഖില് പ്രധാനപ്പെട്ട അല്ല, അത് ഏരിയാസ്. മാർക്ക് ചെയ്ത് ഞാൻ വേറൊരു ചാർട്ടിലാണ് സാറിന്റെ അനാലിസിസ് മൊത്തം മാർക്ക് ചെയ്യല്. എന്നിട്ട് ഞാൻ ഓക്കെ, ഓൺ ഡേയില് പോയിട്ട് ഇതിന്റെ മാത്രം സെറ്റപ്പ് മാത്രം മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യും. നേരത്തിന്റെ മൊത്തത്തിൽ അലമ്പാണ്ടെന്ന് വെച്ചിട്ട്. അൽബാണ്ടോ വെച്ചിട്ടല്ലേ? അതെ അതെ. അപ്പൊ ഓക്കെ, ഞാൻ ഓക്കെ, അപ്പുറം ഇപ്പുറം നോക്കലുണ്ട്. അപ്പൊ ഇതിപ്പോ ഓക്കെ. ശരിക്കും റെസിസ്റ്റൻസ് ഏരിയ എന്നാണ് താഴോട്ട് വന്നത്. വന്നത് അതാ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇത് എടുത്തപ്പോഴുള്ള അതെ വികാരം എന്തായിരുന്നു വെച്ചാൽ അതാണ്. അല്ല അതെ ഞാൻ കറക്റ്റ് നോക്കിയിരുന്നു സാറേ. പിന്നെ ഇംബാലൻസ് ഒന്നും നോക്കിയിരുന്നല്ലേ? ഇല്ലാന്ന് കുറെ പ്രാവശ്യം നോക്കി, കുറെ ടൈം ഫ്രെയിമിൽ നോക്കി. എന്നിട്ടാണ് നോക്കിയല്ലേ? അങ്ങനെ നോക്കി വരുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കി കുറച്ച് ദിവസം കേട്ടോ, ഓക്കെ ശരിയാവും. ഞാൻ തമാശ പറഞ്ഞല്ല, നോക്കി അങ്ങനെ മാറി മറിച്ച് നോക്ക് കേട്ടോ. ഓക്കെ. ഓക്കെ, ഓക്കെ, ഓക്കെ. ആൻഡ് അഖിൽ കുറെ കാലത്തിന് ശേഷം വരുന്നുണ്ട്. ഇതാരഞ്ഞിപ്പോ ഷമാസ് ഇവിടെ ഇല്ലേ? ഷമാസ് എനിക്ക് കിട്ടണം ഇവിടെ. ഷമാസ് ഇവിടെ. ഷമാസ് കൈ വന്നിച്ചേ. ഷമാസ് കൈ വന്നിക്കോ. എന്തായിരുന്നു ഷമാസെ അതിന്റെ പ്രശ്നം? സാറേ അത് 1 അവറിൽ കുറെ കാലം മാർക്കറ്റ് വന്ന സപ്പോർട്ട് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത്, അപ്പൊ ഒന്ന് റീടെസ്റ്റ് വന്നപ്പോ എടുത്തതാണ്. എന്തിന് ഇത്ര വലിയ 15 പിപ്പിന്റെ അല്ല 150 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ്? അത് സ്റ്റോപ്പ് ലോസ് കുറച്ച് കൂടി പോയി. കുറച്ച് കൂടിപ്പോയെന്നല്ല, എന്തിനാണെന്നാണ് എനിക്ക് അറിയേണ്ടത് ഇത്രയും വലിയ. ഞാനത് ഷമ്മാസിന്റെ ഇതിട്ട് നോക്കിയപ്പോ $0.03 $55 ലോസോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ 150ഓളം പിപ്പ് ഇതൊക്കെ എടുക്കണം എന്നുള്ളത്. അതെ അതെ. ഷമ്മാസ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരുമ്പോ ഞാൻ ബേസിക് ആയിട്ട് ഷമ്മാസിനോടൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ്, അത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇത് വരുന്ന സമയത്ത് നമ്മളത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് അല്ലേ? എടുത്തു പോയി സാർ. അതെ അതെ. അങ്ങനെ പിന്നെയാണ് സ്ട്രോങ് മനസ്സിലായത്. ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കണം. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഷമാസിനോട് മാത്രമല്ല കേട്ടോ, ഇത്രയും വലിയൊരു മൂവ്മെന്റ് നടക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ 6 പോയിന്റിൽ ഒരെണ്ണം എന്തായാലും അവിടെ ഉണ്ടാവും. ഇതിലേതായിരുന്നു 6 പോയിന്റ് ഷമാസ്? എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. എന്തായിരുന്നു? നല്ല ഇമ്പൾസീവ് മൂവ് ആയിരുന്നു. അല്ല, ഇമ്പൾസീവ് മൂവ് അല്ല, ഈ മൂവ് നടക്കാനുള്ള കാരണം എന്തായിരുന്നു? സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് 89 189. അതെ. അത് ഞാൻ ഷമ്മാസിനെ കിട്ടാനുള്ള കാരണം, ഷമ്മാസ് എന്നോട് ഭയങ്കര ഇതിലൊക്കെ എന്നോട് പറഞ്ഞാണ് ഞാൻ തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു പോക്ക് പാടി 4 ദിവസം കൊണ്ട് കഴിയും ക്യാപിറ്റല്. ഇല്ല അത് ശ്രദ്ധിക്കും സാറേ. ഇത് കാണോ, ഇതിനൊരു കാരണം ഇതല്ലേ, ഈ ഒരു മൂവ്മെന്റ് അല്ലേ, ഈ ഒരു മൂവ്മെന്റ് ആണ്. ഈ ഒരു മൂവ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്ത്. അനാലിസിസ് കാണല് നിർത്തിയില്ലേ? ഇല്ല കണ്ടിരുന്നു സാറേ, പക്ഷെ കുറച്ച് ബാക്കോട്ട് ആണ്, റെഡിയാക്കണം. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. ഷമീർ എന്താണെന്നറിയത്? ഇന്നലെ ഷമീറിന് വന്ന ലോസ്, ഷമീറിനല്ല ലോസ് വന്ന്, വേറെ ആർക്കും വന്നാണ് ഈ ലോസ്. ഇതൊരു ഡേ ലോയുടെ മൂവ്മെന്റ് ആയിരുന്നു അത് അല്ലേ? അതെ സാർ. ഇന്നലെ നമ്മളിവിടെ ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി കാണിച്ചു തരാം. ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ കാണിച്ചു തരാം. ഞാനത് അങ്ങനെ ഒരു കാൻഡിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ടൊരു ഇത് സംഭവിച്ചിട്ടുണ്ട് അവിടെ. എന്തായിരിക്കും എന്നുള്ളത് ഹയർ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. BTC അല്ലേ, ഞാൻ കാണിച്ചു തരാം. വീക്കിലിയുടെ ഇതേ കണ്ടില്ലേ, വീക്കിലിയുടെ ഇത് എടുത്ത് പോയതാ. ഞാൻ ഇന്ന് കാലത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അനാലിസിസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ. വീക്കിലിയുടെ ഇംബാലൻസിൽ നിന്ന് കയറിപ്പോയ മൂവ്മെന്റ് അത് കാണുന്നുണ്ടോ? വീക്കിലിയുടെ ഇംബാലൻസ് എടുത്ത് പോയതാണ്. അതെ, വീക്കിലിയുടെ ഇംബാലൻസ് കറക്റ്റ് വീക്കിലി ലോ എടുത്തിട്ട് കണ്ട, ഈ വീക്ക് ലോയിനെ എടുത്ത് അതിന് താഴെയുള്ള ഇംബാലൻസ് എടുത്ത് പോയതാണ് ഇതെടുത്ത്. ഞാൻ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷമാണ് നോക്കിയത്. കഴിഞ്ഞതിന് ശേഷം വീക്കിലിന്നല്ല കുറച്ച് സിംഗിൾ ട്രേഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നോക്കണം. അതും വലിയ ട്രേഡ് എടുക്കുന്ന സമയത്ത് വീക്കിലിയുടെ ഇംബാലൻസ് എടുത്തിട്ട് പോയതാണ്. ഇനിയിപ്പോ വീക്കിലിയുടെ ഇംബാലൻസ് എടുത്ത് പോയതാണ് അത് കണ്ടോ. ഇന്ന് അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്, കാരണം താഴോട്ടേക്ക്
വരാനുള്ള സാധ്യത ഈ ഒരു ഇംബാലൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ എൻട്രി ആയിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ബൈ എൻട്രി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽ എൻട്രി ആക്ച്വലി പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ കയറി പോകുന്ന പറഞ്ഞത്. അപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയോ? അതെ സാറ് പറഞ്ഞൊരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ റണ്ണിങ്ങിലാണ്. ഓക്കെ. ഇത് ഇനി പറയാനുള്ളത് എന്താ പറയാനുള്ളത്, ഷമാസ് കൊടുക്കരുത്. കാരണം 150 പിപ്പൊന്നും ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വെക്കരുത്, ഒരിക്കലും വെക്കരുത്, ഓക്കെ സാർ, ഒരിക്കലും. നമ്മുടെയൊക്കെ ഗോൾഡിൽ അതുപോലെ ഈ വളറ്റയിലുള്ള ഇതിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 30 മുതൽ 35 വരെയൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. 30 മുതൽ 35 പിപ്പ് വരെയൊക്കെ അറ്റാരണം, ഐ മീൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 40 പിപ്പ് വരെയൊക്കെ കൊടുക്കാം ചിലപ്പോ ചില കണ്ടീഷനിലൊക്കെ. അതിന് മുകളിലുള്ള ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. വലിയൊരു ലോസ് സംഭവിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലിയൊരു ലോസ് സംഭവിക്കാൻ $55 എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൽ എത്ര ശതമാനം പോയി? വലിയൊരു ശതമാനം പോയില്ലേ? അപ്പൊ അത് ചെയ്യരുത് കേട്ടോ. ഓക്കെ ഓക്കെ. ഞാനത് കണ്ടപ്പോ തന്നെ ഞാൻ ഷമാസിന്റെ ട്രേഡ് കണ്ടപ്പോ തന്നെ ഞാൻ ആലോചിച്ചിരുന്നു ഒന്ന് കൈ കിട്ടണം എന്നുള്ളത്. നസീറ നസീറ അല്ല, ഞാൻ കൊല്ലാനുള്ള ഒരു ഇതില്ല. പുതിയ ആളുകളുള്ള ഇരിക്കുന്ന ഞാൻ പിന്നെ കൊല്ലണില്ല. ആക്ച്വലി പഴയ ആളുകളാണ് ഞാൻ ചെയ്തേനെ. നസീറോടല്ലേ? നസീറോടല്ലേ? നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കും, പുതിയ ബാച്ചിന്റെ തന്നെ. നസീറോടല്ലേ? ഉണ്ടോ? ഇല്ല, ഒന്നും മിണ്ടല്ലോ. അന്നിപ്പോ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഈ MSS എടുത്തതെന്നൊക്കെ. ഇതൊക്കെ MSS എങ്ങനെയാണ് MSS വന്നതെന്നുള്ളത് എനിക്ക് ഒരു പിടുത്തത്തിലും മനസ്സിലാവണില്ല. ഒരു പരിധിയിലും ഒരു ഇതിലും മനസ്സിലാവണില്ല എങ്ങനെയാണത് MSS എടുത്തെന്നുള്ളത്. ഇറ്റ്സ് സ്ട്രോങ് ആക്ച്വലി. MSS അല്ല, ട്രേഡ് ഒരു സ്ട്രാറ്റജി പ്രകാരം വർക്ക് ആയിട്ടുണ്ട്. കാരണം BOSSന്റെ ഉള്ളിൽ 2 ടച്ച് കിട്ടിയതുകൊണ്ട് നമുക്ക് സ്ട്രാറ്റജി പ്രകാരം വർക്ക് ആയിട്ടുണ്ട്. പക്ഷെ അത് MSS അല്ല ആക്ച്വലി. ഓക്കെ ഓക്കെ. നസീറ ഇനി ആരെ കാലത്തനൊരു ഫൈസൽ ഇന്നലെ രാത്രി ഇട്ടാണ് അല്ലേ? അതും കൂടി എടുക്കാം ഫൈസൽ. ഓക്കെ ഓക്കെ. സക്സസ്ഫുൾ ആയ ഒരു ട്രേഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ കാര്യമായിട്ട് പറയാനില്ല. ഫൈസലിനെ സക്സസ് ആയിട്ടുണ്ട് അല്ലേ? ആക്ച്വലി ഫൈസൽ ഞാനൊരു കാര്യം പറയാനുണ്ട് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന പലർക്കും MSSഉം BSSന്റെ സംശയമുണ്ട്. ഓ കാണണ്ടായ MSS ഒരിക്കൽ മാത്രമേ സംഭവിക്കുള്ളൂ. അതായത് ട്രെൻഡ് ചേഞ്ച് ആവുന്ന സമയത്ത് മാത്രമേ MSS സംഭവിക്കുള്ളൂ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ളതൊക്കെ BOS ആണ്. ഫൈസൽ മനസ്സിലായത്? ഇതൊന്നും MSS അല്ല. ഇതൊന്നും MSS അല്ല ആക്ച്വലി. ഇതൊക്കെ BOS ആണ്. ഇത് മാത്രമാണ് MSS. ക്ലിയർ ആയോ? ഇത് BOS ആണ്, ഇത് BOS ആണ്, ഇത് BOS ആണ്. ഞാൻ അതാണ് നേരത്തെ മറ്റേ നസീറയുടെ കാര്യം പറഞ്ഞത്. കാരണം ഇവിടെ MSSനേക്കാൾ മുന്നേ വേറെ MSS ഉണ്ടാവും. കണ്ടില്ലേ മാർക്കറ്റ് മുകളിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇത് BOS ആയിട്ടാണ് നിങ്ങൾ കണക്കൂട്ടേണ്ടത്. BOS ആയിട്ടാണ് കണക്കൂട്ടേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ. തൊട്ട് മുമ്പുണ്ടാക്കിയ BOSന്റെ ഹൈനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ച് റിട്ടേൺ താഴോട്ട് വരുന്ന മാർക്കറ്റിൽ റിട്ടേൺ വരികയാണെങ്കിൽ അത് പിന്നെ MSS ആയി മാറോ? അതോ അത് നമ്മൾ BOS ആയിട്ട് തന്നെ? അല്ല, ഇതില് ഇപ്പൊ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വരുന്ന അതെ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഓക്കെ. ഇതിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വരുന്ന അതെ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇത് ആക്ച്വലി നമുക്ക് MSS കിട്ടും. ഈ ഒരു MSSന്റെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അത് ഈ ഒരു MSS നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനെ ഇറങ്ങി വരാണ്. ചില സമയത്ത് മാർക്കറ്റ് ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വരുന്ന കാണാം. കണ്ടില്ലേ? എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇപ്പൊ പറഞ്ഞാലോ സ്ട്രോങ് പോയിന്റ്. ഇതിപ്പോ ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഉദാഹരണം പറയാം. ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ മുകളിലേക്ക് പോയത്? ആക്ച്വലി ഇവിടെ ഒരു MSS നടന്നിട്ടുണ്ട് നമുക്ക്, ഇല്ലേ? ഇതെന്തുകൊണ്ടാണ് ഇതിന്റെ മുകളിലേക്ക് പോയത്? സിമ്പിൾ ആണ്. കാരണം എന്താണ്? ഇതൊരു സ്ട്രോങ് പോയിന്റ് ആയി അല്ലെ? അപ്പോ ഈ സ്ട്രോങ് പോയിന്റിൽ നിന്ന് അടുത്തൊരു സ്ട്രോങ് പോയിന്റിലേക്ക് മാർക്കറ്റ് സഞ്ചരിച്ചിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാം, ചിലപ്പോൾ റിവേഴ്സിൽ വരാം. അത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് ബേസ് ചെയ്തിട്ടാണ് മുകളിലോട്ടും താഴോട്ടേക്കും മാർക്കറ്റ് ഇറങ്ങാം. ഐഡിയ കിട്ടിയോ? ക്ലിയർ ആയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഐഡിയ കിട്ടിയോ എന്നുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത്. ക്ലിയർ ആവില്ല, അത്ര എളുപ്പമല്ല. കാരണം ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അത് ക്ലിയർ ആയിട്ടില്ല എപ്പോഴും. ഓക്കെ. അപ്പൊ ഇത്രയാണ് പറഞ്ഞോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ ലോണ്
സോറി ലോവർ ഹൈന് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടച്ച് എടുത്ത് കൊടുത്ത് മുകളിലോട്ട് കയറിയിട്ട് പിന്നെ ഇറങ്ങി വരികയാണ്. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ വരുന്ന ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് MSS എടുക്കാം. എങ്ങനെ ഇന്റേണൽ MSS എടുക്കാം, ഇന്റേണൽ ഓക്കെ MSS ഓക്കെ എടുക്കാം. പക്ഷെ നമുക്ക് ആക്ച്വലി എന്താണ് ഓവറോൾ ട്രെൻഡ് പ്രകാരം ഇപ്പൊ എന്താണ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരില്ലേ, നമുക്ക് BOS ഓക്കെ തന്നെ വരും. ഓവറോൾ ട്രെൻഡ് പ്രകാരം BOS വരുള്ളൂ. ഇന്റേണൽ MSS എടുക്കാം, നമുക്ക് ഇന്റേണൽ MSS ഓ എടുക്കാം. ഇതിപ്പോ ഇന്റേണൽ ആയിട്ട് എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ബ്രേക്ക് ചെയ്ത് BOS എടുക്കും. പക്ഷെ അപ്പൊ ഏതായിരിക്കും ഏറ്റവും വാലിഡ്? BOS ആയിരിക്കും വാലിഡ്. കാരണം ഓവറോൾ ട്രെൻഡിനല്ലേ ഇത് വരുന്നത്. അതെ മനസ്സിലായോ? അതെ അതെ അപ്പൊ ഓക്കെ BOS ആയിട്ട് എടുക്കാം. അത് ആക്ച്വലി BOS MSS എന്നൊക്കെ പറയുന്നത് ഒരു എളുപ്പമാർഗ്ഗമാണ്. ഇപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് BOS MSS എന്നുള്ളത്. ഓക്കെ അത് ഞാനിത് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞുതരാം. അതെന്താണെന്നുള്ള കാര്യം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ.